നമുക്ക് തിരുവെഴുത്തിലേക്ക് വളരെ വേഗം ഒന്ന് വരുവാനായിട്ട് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 11-ാം അധ്യായത്തിൻ്റെ 31-32 വാക്യങ്ങൾ ശാന്തമായി ദൈവത്തിൻ്റെ വചനം തുറന്ന് അതിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയൂന്നുവാൻ ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. ദൈവത്തിന് സ്തോത്രം. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 11-ാം അധ്യായത്തിൻ്റെ 31-32 വാക്യങ്ങൾ വായിച്ചാട്ടെ. നാം നമ്മെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല. വിധിക്കപ്പെടുന്നു എങ്കിലോ നാം ലോകത്തോടുകൂടെ ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കേണ്ടതിന് കർത്താവ് നമ്മെ ബാലശിക്ഷ കഴിക്കുകയാകുന്നു. ബാലശിക്ഷ കഴിക്കുകയാകുന്നു. എല്ലാ പ്രിയപ്പെട്ടവരും ശബ്ദമുയർത്തി എന്ന് പറഞ്ഞ് എനിക്ക് ബാലശിക്ഷയിൽ നിന്നും രക്ഷപ്പെടണം. സ്തോത്രം. ശബ്ദമുയർത്തി വലതുകരം ഉയർത്തിപ്പിടിച്ചൊന്ന് ആത്മാവിൽ പ്രാർത്ഥിച്ചാട്ടെ. എല്ലാ പ്രിയപ്പെട്ടവരിൽ നിന്നും ആത്മാവിലുള്ള പ്രാർത്ഥന ഉയരട്ടെ. ആത്മാവിലുള്ള പ്രാർത്ഥന ഉയരട്ടെ. ആ വലതുകരം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒന്നിച്ച് കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് ആമുഖമായി പറയട്ടെ. കഴിഞ്ഞ ഏതാണ്ട് 35 വർഷത്തോളമായി ഞാൻ ഈ പ്രഭാഷണ വേദിയിലുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഞാൻ പ്രധാനമായിട്ടും വേദിയിൽ നിൽക്കുമ്പോൾ ആഗ്രഹിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. കാര്യം എൻ്റെ സഹപ്രവർത്തകനായ ഒരാൾ ഇന്നലെ വൈകിട്ട് ഒരു പ്രത്യേക സന്ദേശം കഴിഞ്ഞ് പ്രസംഗവേദിയിൽ ആളുകളെ സ്വാധീനിക്കാൻ എന്തുണ്ട് വഴി എന്ന് നിഷ്കളങ്കമായി ചോദിച്ചപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞ ഒരു വാചകമുണ്ട്. കുഞ്ഞെ, പ്രസംഗവേദിയിൽ സദസ്സിനെ സ്വാധീനിക്കാൻ തന്ത്രപരമായ ട്രിക്കുകൾ ഉപയോഗിക്കരുത്. അത് നിനക്ക് ശിക്ഷാഹേതുവായി തീരും, ജനത്തിന് വിനാശമായി മാറും. അപ്പോൾ എന്നോട് ചോദിച്ചു, പിന്നെ എങ്ങനെയാണ്? ഞാൻ പറഞ്ഞു, യേശു ഈ സദസ്സിന് നടുവിൽ നിൽക്കുമ്പോൾ യേശു എന്താണോ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് അത് നിന്റെ നാവിലൂടെ ആ സദസ്സിൽ മുഴങ്ങണം. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി നിങ്ങളെ മാനസികമായി ഒരു സുഖിപ്പിക്കലിലേക്ക് കൊണ്ടുപോകുകയല്ല എൻ്റെ ലക്ഷ്യം. യേശു ഇന്ന് ഈ സദസ്സിനോട് എന്ത് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു അത് തന്നെ ഇവിടെ മുഴങ്ങട്ടെ എന്ന് ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ്. വളരെ ഗൗരവമായി നിങ്ങൾ അത് കാണണം. ജനക്കൂട്ടത്തിൻ്റെ മനഃശാസ്ത്രം മനസ്സിലാക്കിക്കൊണ്ട് സിസ്റ്റങ്ങളുടെ പശ്ചാത്തലത്തിൽ വൈകാരികമായി ജനത്തെ ഒരു ഇലക്ട്രോണിക്സ് ഹിപ്നോട്ടിസത്തിലേക്ക് നയിക്കുന്ന ആത്മീയ ഉണർവുകൾ ഉയരുന്ന ഈ കാലഘട്ടത്തിൽ ഞാൻ വളരെ ബോധപൂർവമാണ് ആ പ്രയോഗം ഉപയോഗിച്ചത്. ജനക്കൂട്ടത്തിൻ്റെ മനഃശാസ്ത്രം മനസ്സിലാക്കിക്കൊണ്ട് ജനത്തെ വൈകാരികമായി ഹിപ്നോട്ടൈസ് ചെയ്യത്തക്ക വിധത്തിലുള്ള ഒരു ഇലക്ട്രോണിക്സ് ഉണർവ് നടത്തുന്ന ഒരു കാലഘട്ടത്തിൽ കർത്താവേ, അവിടുന്ന് അങ്ങ് സദസ്സിനോട് എന്ത് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുവോ അത് മാത്രം ഇവിടെ മുഴങ്ങാൻ ഇടയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ ആ വലതുകരം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ശബ്ദമുയർത്തിയൊന്ന് ആത്മാവിൽ പ്രാർത്ഥിച്ചു തുടങ്ങിക്കാട്ടെ. യെസ്, പ്രാർത്ഥന ഉയരട്ടെ. എല്ലാ പ്രിയപ്പെട്ടവരിൽ നിന്നും പ്രാർത്ഥനയുടെ ശബ്ദം ഉയരട്ടെ. ഹല്ലേലൂയ. രക്തത്താൽ ജയം. എൻ്റെ പിൻപിലിരിക്കുന്ന കർത്തൃദാസന്മാരിൽ ആത്മാവിൻ്റെ പോരാട്ടം ഉയരുന്ന ഒരു രാത്രിയായി രാത്രി തീരട്ടെ. മുൻപിലിരിക്കുന്ന ദൈവത്തിൻ്റെ ജനത്തിൽ ആത്മീക പോരാട്ടം ഇന്ന് രാത്രി ഉയരട്ടെ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ജയം. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ജയം. നിത്യതയുടെ ദർശനത്തിൽ നിന്ന് കണ്ണുമാറ്റത്തക്ക വിധം സാത്താൻ ബന്ധിച്ചിരിക്കുന്ന ദൃഷ്ടികൾ കുഞ്ഞാടിൻ്റെ രക്തത്തിൻ്റെ ശക്തിയാൽ ഇവിടെ ആത്മമണ്ഡലത്തിൽ തുറന്നു വരട്ടെ. അടയാളത്തോടുകൂടിയ ചില ദൈവപ്രവർത്തികൾ ഇന്ന് രാത്രി ഇവിടെ സംഭവിക്കട്ടെ. സ്വർഗത്തിലും ഭൂമിക്കും നാഥനായ നസറേനായ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നുവെന്ന് അരുളി ചെയ്തവൻ്റെ നാമത്തിൽ വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വയ്പ്പിച്ച് അവയെ കാൽവറിയിൽ പരാജയപ്പെടുത്തിയവൻ്റെ നാമത്തിൽ ഇന്നു രാത്രി ഈ ജനത്തിന് നടുവിൽ ദൈവശക്തി വ്യാപരിക്കട്ടെ. നിത്യതയ്ക്കായി ഈ രാത്രി ചില വ്യക്തികൾ ഒരുക്കപ്പെടട്ടെ. ചില പ്രിയപ്പെട്ട കുടുംബങ്ങളുടെ മേൽ വരുവാൻ തുടങ്ങുന്ന അനർത്ഥങ്ങൾ ആത്മമണ്ഡലത്തിൽ റദ്ദായി മാറട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രിയിലെ ദൈവപ്രവർത്തികൾക്കായി ഈ ജനത്തെ ഞങ്ങൾ പ്രാർത്ഥിച്ച് കൈമാറുകയാണ്. യേശുവിൻ്റെ രക്തത്തിൻ്റെ ശക്തി ഇവിടെ വ്യാപരിക്കട്ടെ. പുരുഷാരത്തെ കണ്ട് മനസ്സലിഞ്ഞ് അവരെ പന്തിയായി ഇരുത്താൻ കൽപ്പിച്ചിട്ട് അവിടുത്തെ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് വാഴ്ത്തി നുറുക്കി ശിഷ്യന്മാരുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്ത് അവർ വിളമ്പിക്കൊടുത്ത് 12 കൊട്ട നിറച്ചെടുത്തതുപോലെ ഇന്ന് രാത്രി 6-ാമത്തെ രാത്രിയിൽ ഞങ്ങളെ
ആത്മാവിൻ്റെ പന്തിയിലിരുത്തണമേ. കർത്താവേ, നിന്റെ മുറിവേറ്റ കരം തന്നെ ഞങ്ങൾക്ക് ആത്മീയ അപ്പം വിളമ്പിത്തരണമേ. ഞങ്ങൾ പകർച്ചകളോടെ ഭവനങ്ങളിലേക്ക് മടങ്ങട്ടെ. ദൈവാത്മാവത് ചെയ്യുവാൻ തുടങ്ങുന്നത് കൊണ്ട് സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ കരങ്ങൾ ഉയർത്തി ഒരിക്കൽ കൂടെ ദൈവത്തിന് മഹത്വം അർപ്പിക്കാം. എല്ലാവരും ആ വേദഭാഗം ഒന്ന് തുറന്നിട്ട് ദൈവത്തിന് സ്തോത്രം, ആ ഭാഗത്തേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഊന്നുവാനായിട്ട് ഓർപ്പിക്കുകയാണ്. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 11-ാം അധ്യായത്തിൻ്റെ 31-ാമത്തെ വാക്യവും 32-ാമത്തെ വാക്യവും വായിച്ചാട്ടെ. നാം എല്ലാവരും കൂടെ ചേർന്ന് വായിച്ചു. സന്തോഷമാണത്. നാം നമ്മെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല. വിധിക്കപ്പെടുന്നു എങ്കിലോ നാം ലോകത്തോടുകൂടെ ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കേണ്ടതിന് കർത്താവ് നമ്മെ ബാലശിക്ഷ കഴിക്കുകയാകുന്നു. വളരെ ശ്രദ്ധേയമായ ഒരു പശ്ചാത്തലമാണ് ഈ വേദഭാഗത്തിനുള്ളത്. ധന്യനായ പൗലോസ്ലീഹയുടെ 2ാമത്തെ മിഷനറി യാത്രയിൽ മ്ലേച്ഛത നിറഞ്ഞ പട്ടണമായ കൊരിന്തിൽ എത്തിച്ചേർന്നു. കൊരിന്ത്യൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മ്ലേച്ഛൻ എന്നാണ്. അത്രമാത്രം അധാർമികത കൊടികുത്തി വാഴുന്ന സ്ഥലമാണ് കൊരിന്ത്. പുരാതന പട്ടണത്തിലെ അഫ്രോഡേറ്റ് എന്നറിയപ്പെടുന്ന കാമദേവതയുടെ പ്രേമദേവതയുടെ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് കൊരിന്ത്. 2 തുറമുഖ സ്ഥാനങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ബിസിനസ്സിൽ അതിശക്തമായി വളർച്ച പ്രാപിച്ച സ്ഥലമാണ് കൊരിന്ത്. വിവിധ രാജ്യങ്ങളിലുള്ള ആളുകൾ കടന്നു വന്ന് യാത്ര ചെയ്യുന്ന സ്ഥലം മാത്രമല്ല, ഈ മ്ലേച്ഛമായ ക്ഷേത്രത്തിൽ നടന്നുകൊണ്ടിരുന്ന ഏറ്റവും അസാൻമാർഗികമായ 1000-ഓളം ദേവദാസികൾ നിയമാനുസൃത ദുർമാർഗം ചെയ്യുന്ന പട്ടണമായ കൊരിന്തിൽ മ്ലേച്ഛത അതിഭയങ്കരമാകുകയാണ്. ഇതിനു നടുവിലാണ് അക്വിലാവിനോടും പ്രസ്കില്ലയോടും കൂടെ 18 മാസം പാർത്തുകൊണ്ട് ഒരു സഭയ്ക്ക് തുടക്കം കുറിച്ചത്. അത് AD 51-ലാണ്. ആ സഭ അവിടെ വളർന്നു. അശുദ്ധിയുടെ മണ്ണിൽ നിൽക്കുന്ന സഭയിലേക്ക് നിങ്ങൾ ഇന്ന് കണ്ണൊന്ന് ഉയർത്തി നോക്കണം. എഫേസോസിൽ വെച്ച് ക്ലോവയുടെ ആളുകൾ നൽകിയ വളരെ ശ്രദ്ധേയമായ 3-ാം മിഷണറി യാത്രയിലെ റിപ്പോർട്ട് വെച്ച് അവർക്ക് നൽകുന്ന ഗൗരവമേറിയ കത്ത് AD 56-ൽ തയ്യാറെടുക്കുമ്പോൾ ആ സഭയുടെ ആഭ്യന്തരതകളിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് തൻ്റെ ദാസന്റെ ദൃഷ്ടികളെ കൊണ്ടുപോകുകയാണ്. എന്നിട്ട് എന്താണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പച്ചയായി നമ്മുടെ കൺമുൻപിൽ പൗലോസ് വ്യക്തമാക്കുന്നുണ്ട്. കൊരിന്ത്യ ലേഖനത്തിൽ 1-ാം അധ്യായം പഠിക്കുമ്പോൾ അവിടെ ലീഡർഷിപ്പിൻ്റെ നേതൃത്വത്തിൽ പാനലുകൾ രൂപപ്പെട്ടു കഴിഞ്ഞു. എന്ന് പറഞ്ഞാൽ അപ്പല്ലോസിൻ്റെ പക്ഷം, പൗലോസിൻ്റെ പക്ഷം, കേഫാവിൻ്റെ പക്ഷം, ഇതിലൊന്നും കൂടാതെ യേശു ക്രിസ്തുവിൻ്റെ പേരിൽ ഒരു നിഷ്പക്ഷപക്ഷവും അവിടെ രൂപപ്പെട്ടു. സഭയ്ക്കകത്ത് പക്ഷം നിലവിൽ വന്നു കഴിഞ്ഞു. വിശുദ്ധി കൂടാതെ കർത്തൃമേശ കൈനീട്ടിയെടുക്കുന്നതിൻ്റെ പ്രത്യാഘാതങ്ങൾ ബലഹീനതയിൽ തുടങ്ങി രോഗത്തിൽ തുടർന്ന് സമയമെത്തുന്നതിന് മുൻപ് വ്യക്തികളെ ശ്മശാന ഉറക്കം എന്ന നിത്യനിദ്രയിൽ എത്തിക്കുന്ന ദുരന്താവസ്ഥ സഭയിൽ ആരംഭിച്ചു കഴിഞ്ഞു. ജഡികൻ സഭയിൽ പ്രബലപ്പെട്ടു, പ്രാകൃതൻ സഭയിൽ പ്രബലരായി. പ്രാകൃതൻ ദൈവികമായ വിഷയത്തിൽ കാഴ്ചപ്പാടില്ലാത്തവനാണ്, അവൻ പോലും സഭയിൽ പ്രബലമായി. കുടുംബജീവിതത്തിൻ്റെ പവിത്രത സഭയിൽ തകർന്നു. വിവാഹ ബന്ധത്തിൻ്റെ പുറത്ത് അവിഹിത ബന്ധങ്ങൾ സഭയിൽ ഉടലെടുത്തു. വിവാഹ ജീവിതത്തിൻ്റെ വിശുദ്ധിയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ സഭയിൽ ഉയർന്നു കഴിഞ്ഞു. ശരീരത്തിൻ്റെ മ്ലേച്ഛത അങ്ങേയറ്റം ആസ്വദിക്കുക എന്ന തത്വം ആളുകളിൽ പ്രബലമായി കഴിഞ്ഞു. ഇതിലെല്ലാം ഉപരിയായി പൗലോസിന്റെ അപ്പസ്തോലത്വത്തെ ചോദ്യം ചെയ്യുന്ന വിമർശകർ സഭയിൽ എഴുന്നേറ്റു. എന്തിനേറെ 12-ാം അധ്യായം 15-ാം അധ്യായം പഠിക്കുമ്പോൾ പുനരുത്ഥാനം എന്ന വസ്തുത പോലും ഇല്ല എന്ന് ഉറപ്പായി പഠിപ്പിക്കുന്ന ആളുകൾ സഭയിൽ പ്രബലപ്പെട്ടു കഴിഞ്ഞു. അപ്പോൾ AD 56-ൽ എത്തിയപ്പോഴേക്കും 5 വർഷത്തിനുള്ളിൽ ഒരു സഭ എത്തി നിൽക്കുന്ന പശ്ചാത്തലം നിങ്ങൾ തിരിച്ചറിയണം. മ്ലേച്ഛത അരങ്ങ് തകർക്കുന്ന,
വിശുദ്ധ മേശയോട് അമാതൃക പുലർത്തുന്ന, അതിൻ്റെ ശിക്ഷാക്രമങ്ങൾ ശരീരത്തിൽ അനുഭവിക്കുന്ന ആളുകളുടെ ഇടയിലേക്ക് കണ്ണു നട്ടുകൊണ്ട് പൗലോസ് എഴുതുകയാണ്. സ്തോത്രം, നിങ്ങളോട് ഒരു വസ്തുത ഉറപ്പായി ഓർപ്പിക്കുവാനായിട്ടുണ്ട്. 9-ാം അധ്യായത്തിൻ്റെ ഒടുവിലത്തെ വാക്യങ്ങളിലേക്ക് വരുമ്പോൾ അവിടെ പൗലോസ് പറയുകയാണ്, മറ്റുള്ളവരോട് പ്രസംഗിച്ചതിന് ശേഷം ഞാൻ തന്നെ കൊള്ളരുതാത്തവനായി പോകാതിരിക്കേണ്ടതിന് എൻ്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കുകയത്രേ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ എന്നെ ഒരു വല്ലാത്ത ഭയം ഭരിക്കുന്നു. എന്താ പൗലോസേ താങ്കളെ ഭരിക്കുന്ന ഭയം? പറയുന്നു, മറ്റുള്ളവരെ പ്രസംഗത്തിലൂടെ നന്നാക്കാൻ ഇറങ്ങിയ ഞാൻ ഒടുവിലത്തെ സമയം തള്ളപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട് എന്ന ഒരു ഭയമാണ് എന്നെ ഭരിക്കുന്നത്. ഫ്ലൈറ്റ് ഓപ്പറേറ്റ് ചെയ്യാൻ കോക്പിറ്റിലോട്ട് കയറിയിരിക്കുന്ന വൈമാനികനെ ഭരിക്കുന്ന ഒരു ഭയമുണ്ട്. ഓപ്പറേഷൻ കത്തി കയ്യിലെടുക്കുന്ന ഒരു ഡോക്ടറിനെ ഭരിക്കുന്ന ഭയമുണ്ട്. ആ ഭയം പോസിറ്റീവായ ഭയമാണ്. ഞാൻ എൻ്റെ നിത്യത നഷ്ടപ്പെടുത്തുമോ എന്ന ഭയം തന്നെ ഭരിക്കുന്നതിനാൽ ചാട്ടയും മുഖപ്പട്ടയും ഉപയോഗിച്ച് ഒരു കുതിരയെ ലക്ഷ്യത്തിലേക്ക് നയിക്കുന്നത് പോലെ ജഡത്തെ അതിൻ്റെ നിർവികാരതകളിലൂടെ മുൻപോട്ട് പോകാൻ അനുവദിക്കാതെ അനുതാപത്തിലേക്ക് കൊണ്ടുപോകത്തക്ക വിധം ചിട്ടയായ സ്വയം അച്ചടക്കം എന്ന അടിച്ചമർത്തലിലേക്ക് ശരീരത്തെ ദണ്ഡിപ്പിച്ചടിമയാക്കാൻ ഉപവാസത്താലും പ്രാർത്ഥനയാലും ശരീരത്തിൽ നിത്യതയ്ക്ക് വിരുദ്ധമായി പാപം ഉയരാൻ അനുവദിക്കാത്ത ഈ കർത്തൃദാസന്റെ മാനസികാവസ്ഥ ഒരു വിശേഷ ഭയത്തിലേക്ക് കൊണ്ടുപോകുകയാണ്. പൗലോസ് പറയുകയാണ്, സ്തോത്രം സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാരെല്ലാവരും മേഘത്തിനും കീഴിലായിരുന്നു. എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റ് മോശയോട് ചേർന്നു. അവരെല്ലാവരും ഒരേ ആത്മീയ പാനീയം കുടിച്ചു. അവരെ അനുഗമിച്ച ആത്മീയ പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. അവരിൽ മിക്ക പേരിലും സ്തോത്രം ദൈവം പ്രസാദിച്ചില്ല. ഞാൻ ചോദിക്കട്ടെ, ഈ മിക്ക പേര് എത്ര പേരുണ്ട്? നിങ്ങൾക്കെല്ലാവർക്കും അറിയാം ഈ മിക്ക പേര് എത്ര പേരുണ്ടെന്ന്. 30 ലക്ഷം പേരാണ് യാത്ര ചെയ്തതെങ്കിൽ 29,998 മരുഭൂമിയിൽ തീർന്നു. സ്തോത്രം, ഓർക്കണേ, അത് ഗൗരവമായി നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണ്. ഉച്ചി ഒഴിച്ച കൈകൊണ്ട് തന്നെ ഉദകക്രിയ ചെയ്തു എന്ന് പച്ച മലയാളത്തിലൊരു പഴമൊഴിയുണ്ട്. എന്ന് പറഞ്ഞാൽ രക്ഷപ്പെടുത്തി എണ്ണ വെച്ച് വളർത്തിയ ആ കൈ തന്നെ കൊന്നു എന്ന് പറഞ്ഞതുപോലെ മരുഭൂമിയിൽ വിളിച്ചിറക്കിയ ദൈവം തന്നെ മരുഭൂമിക്ക് അവരെ വളമാക്കി കളഞ്ഞു. അവരെ മരണസമയത്ത് പോസ്റ്റ്മോർട്ടം ചെയ്തിരുന്നെങ്കിൽ അവരുടെ ഉദരത്തിൽ അവസാനം ദഹിച്ചു പോയ ഭക്ഷണം, സ്തോത്രം, ഈജിപ്തിലെ ഭക്ഷണമല്ല, ദൈവം പകർന്ന മന്നയാണെന്നോർക്കണം. ഇന്ന് രാത്രി ഇവിടെ കടന്നു വന്നിരിക്കുന്ന ദൈവ പൈതലേ, മന്ന അനുഭവിച്ചതിന് ശേഷം ഈ മരുഭൂമിയിൽ അവസാനിക്കാനല്ല ദൈവം നമ്മെ വിളിച്ചത്. നിത്യതയിൽ എത്തിച്ചേരാനാണെങ്കിൽ പരിശുദ്ധാത്മാവ് ശക്തമായി ഓർപ്പിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. മനുഷ്യർക്ക് നടപ്പില്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ദൈവം വിശ്വസ്തൻ. അവൻ പരീക്ഷയോടുകൂടെ നിങ്ങൾക്ക് പോക്കുവഴിയും ഉണ്ടാക്കുന്ന ദൈവമാണ്. എന്നാൽ ഇനിയും ഞാൻ ആജ്ഞാപിപ്പാൻ പോകുന്ന കാര്യത്തിൽ നിങ്ങളെ പുകഴ്ത്തുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഏറ്റവും ശക്തമായൊരു പ്രമേയത്തിലേക്ക് പൗലോസ് സദസ്സിനെ കൊണ്ടുവരികയാണ്. അല്ല, നിങ്ങൾ കർത്താവിന് ക്രോധം ജ്വലിപ്പിക്കുന്നവരോ, നിങ്ങൾ അവനേക്കാൾ ബലവാന്മാരോ എന്ന് പറഞ്ഞുകൊണ്ട് താൻ വിശേഷിപ്പിച്ചുകൊണ്ട് ഒരു പ്രയോഗം ചോദിക്കുന്നുണ്ട്. നമ്മൾ അനുഗ്രഹിക്കുന്ന അനുഗ്രഹപാത്രം ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ കൂട്ടായ്മയല്ലയോ? നാം നുറുക്കുന്ന അപ്പം ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ കൂട്ടായ്മയല്ലയോ എന്ന് പറഞ്ഞാൽ കർത്തൃമേശ എന്ന സ്തോത്രം ഹോളി കമ്മ്യൂണിയനെ കുറിച്ച് പറയാൻ വരികയാണ്. 11-ാം അധ്യായത്തിൽ അത് വിശദീകരിച്ചതിന് ശേഷം അതിൻ്റെ ഉപസംഹാരത്തിൽ പറയുകയാണ്, സ്തോത്രം, അയോഗ്യമായ അപ്പം തിന്നുകയോ കർത്താവിൻ്റെ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവനെല്ലാം കർത്താവിൻ്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരനാകും. മനുഷ്യൻ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുവാൻ. നിങ്ങളെല്ലാ ഞായറാഴ്ചകളിലും കേൾക്കുന്ന ശബ്ദമാണ്, തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ ശരീരത്തെ വിവേചിക്കാഞ്ഞാൽ തനിക്ക് ശിക്ഷാവിധി, കണ്ടംനേഷൻ, ശിക്ഷാവിധി. തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു.
ഇത് ഹേതുവായി നിങ്ങളിൽ പലരും ബലഹീനരും രോഗികളുമാകുന്നു, അനേകരും നിദ്ര കൊള്ളുന്നു. ഇന്ന് രാത്രി വചനത്തിൻ്റെ മുൻപിലിരിക്കുന്ന ദൈവമക്കൾ ഓർക്കുക, ബലഹീനതയിൽ തുടങ്ങി രോഗത്തിൽ തുടർന്ന് മരണം എന്ന ശ്മശാന ഉറക്കത്തിൽ എത്തിക്കത്തക്ക വിധം ഒരു ശക്തിവിശേഷം ദൈവസഭയ്ക്കകത്ത് വ്യാപരിക്കുന്നു. ഞാൻ ഇന്ന് രാത്രി പറയുന്ന കാര്യങ്ങൾ അർഹിക്കുന്ന ഗൗരവത്തോടെ എടുക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തിന് മഹത്വമർപ്പിക്കുകയാണ്. എന്നാൽ പൗലോസ് ഓർപ്പിക്കുന്ന ശ്രദ്ധേയമായൊരു കാര്യം, ഈ ശിക്ഷാക്രമത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു വഴിയുണ്ട്. ആ വഴി നിങ്ങൾ തന്നെത്താൻ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല. ദൈവത്തിൻ്റെ ന്യായവിധി ശരീരത്തിൽ ബലഹീനതയായി, അത് രോഗമായി, അത് അകാല മൃത്യുവായി സംഭവിക്കാം എന്ന് ഈ ബൈബിൾ വിശേഷിപ്പിക്കുമ്പോൾ, ആ ശിക്ഷാക്രമങ്ങൾ ഒരു ദൈവപൈതലിൽ നിന്ന് ഒഴിഞ്ഞു പോകണമെങ്കിൽ അതിന് ഏറ്റവും പറ്റിയ മറുമരുന്നാണ് ഉപവാസവും അനുതാപവും. ആ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ചൊന്ന് പ്രാർത്ഥിച്ചേ. ദൈവത്തിന് സ്തോത്രം. ആത്മാവിൽ ആരാധിക്കുന്ന സകല ദൈവമക്കളുടെയും വലതുകരങ്ങൾ ദൈവസന്നിധിയിൽ ഉയർത്തിപ്പിടിച്ച് ശക്തമായി പ്രാർത്ഥിച്ചു തുടങ്ങിക്കേ. ഒരു സാധാരണ പ്രസംഗം കേട്ട് മടങ്ങുന്ന പാതി ഉറക്കച്ചടവിൽ ഇരുന്ന് എഴുന്നേറ്റ് പോകുന്ന നിലയല്ല. എൻ്റെ ദൈവം എൻ്റെ മേൽ പ്രസാദിക്കത്തക്ക വിധത്തിൽ അനുതാപത്തിൻ്റെ നിലവിളി ഉയരത്തക്ക വിധം ഇന്ന് രാത്രി എനിക്ക് എന്നെ കഴുകാനുള്ള കൃപ തരണേ കർത്താവേ എന്ന് പ്രാർത്ഥിക്കുന്ന സകല ദൈവമക്കളും ഇരിക്കുന്ന ഇരിപ്പിൽ ആത്മാവിൽ പ്രാർത്ഥിച്ചു തുടങ്ങിക്കാട്ടെ. ഞാൻ ഇന്ന് രാത്രി ആത്മകണ്ണുകൾ കൊണ്ട് കാണുകയാണ്, സ്വർഗം ഈ ആരാധനാലയത്തിന് മീതെ തുറന്നു നിൽക്കുകയാണ്. ദൂതന്മാരിവിടെ കുനിഞ്ഞു നോക്കുന്ന രാത്രിയാണ് ഈ രാത്രി. ചില വ്യക്തികളുടെ മേൽ സാത്താൻ വെച്ചിരിക്കുന്ന ബന്ധനത്തിൻ്റെ നുകക്കയറുകളെ ദൈവത്തിൻ്റെ ആത്മാവ് അഴിച്ചു മാറ്റുന്ന രാത്രിയാണ് ഈ രാത്രി. കർത്താവിൻ്റെ കരം ചില പ്രിയപ്പെട്ടവരെ തൊടാൻ തുടങ്ങുന്ന രാത്രിയാണ്. അഭിഷേകത്തിൻ്റെ തൈല നദി ഇതിനകത്ത് ഒഴുകുന്നുണ്ട്. കർത്താവിൻ്റെ തേജസ് ഇവിടെ ഇന്ന് രാത്രി വെളിപ്പെട്ടിട്ടുണ്ട്. സർവശക്തൻ്റെ കണ്ണുകൾ നിങ്ങളെക്കാൾ നന്നായി ചുറ്റിത്തിരിയുന്നുണ്ട്. എക്സ്റേക്ക് കടന്നു ചെല്ലാൻ കഴിയാത്ത ഇടത്തേക്ക്, സ്കാനിങ് റൈസുകൾക്ക് കടന്നു ചെല്ലാൻ കഴിയാത്ത ഇടത്തേക്ക് യേശുവിൻ്റെ കണ്ണുകൾ ഇതിനകത്ത് ജ്വലിച്ച് കത്തിക്കൊണ്ടിരിക്കുകയാണ്. അവൻ്റെ ദൃഷ്ടികളിൽ മറഞ്ഞിരിക്കുന്ന ഒന്നുമില്ല. അങ്ങനെയാണെങ്കിൽ കർത്താവേ, ഇന്ന് രാത്രി എനിക്ക് കണ്ട് കരയാനുള്ള കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ വലതുകരം ഉയർത്തിപ്പിടിച്ച് ഈ പ്രഭാഷണത്തിൻ്റെ പ്രാരംഭ മിനിറ്റുകൾ തന്നെ ആത്മാവിൽ ഒന്നിച്ചൊന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിക്കാട്ടെ. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം. എൻ്റെ മേൽ ദൈവത്തിൻ്റെ ശിക്ഷാക്രമങ്ങൾ ഉയരരുത്. എൻ്റെ മേൽ ദൈവത്തിൻ്റെ ശിക്ഷാക്രമങ്ങൾ പറഞ്ഞാട്ടെ, വാ തുറന്ന് പറഞ്ഞാട്ടെ, എൻ്റെ മേൽ ദൈവത്തിൻ്റെ ശിക്ഷാക്രമങ്ങൾ ഉയരരുത്. കർത്താവേ, എൻ്റെ മേൽ ദൈവത്തിൻ്റെ ശിക്ഷാക്രമങ്ങൾ രക്തത്താൽ ജയം, രക്തത്താൽ ജയം. പാഞ്ഞു പോകുന്ന വാഹനത്തിൻ്റെ മുൻപിൽ സ്റ്റോപ്പ് സിഗ്നൽ കാണിക്കുന്ന പോലീസുകാരനെ അധികരിച്ച് വാഹനം മുൻപോട്ട് പായിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ചാൽ ഏറ്റവും ഗുരുതരമായ അപകടങ്ങളാണ് തൊട്ടു മുൻപിൽ കാത്തിരിക്കുന്നതെങ്കിൽ, നിയമ നടപടികളാണ് അഭിമുഖീകരിക്കാൻ തുടങ്ങുന്നതെങ്കിൽ, പരിശുദ്ധാത്മാവ് നിങ്ങളിൽ ചില വ്യക്തികളെ കാണിക്കുന്ന ദൈവത്തിൻ്റെ സ്റ്റോപ്പ് സിഗ്നലാണ് ഈ ആത്മീയ ശുശ്രൂഷയെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അനുതപിച്ച് കരയാൻ കർത്താവ് നമ്മെ വിളിക്കുന്ന രാത്രിയാകൊണ്ട് അതിന്മേൽ സാത്താൻ നിങ്ങളുടെ കണ്ണുകളെ, കാഴ്ചപ്പാടുകളെ ബന്ധിക്കുകയാണെങ്കിൽ, നിങ്ങളുടെ ആത്മീയ ഉൾക്കാഴ്ചകളെ തകർക്കുകയാണെങ്കിൽ, നിങ്ങളുടെ ചെവിയിൽ മേൽ ആത്മീയമായ ബധിരാവസ്ഥ ഉയർത്തുകയാണെങ്കിൽ, അതിനെ ഈ രാത്രി വെട്ടിയെറിഞ്ഞ് യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾ ഇന്ന് രാത്രി കരയുന്ന രാത്രിയായി തീരേണ്ടതിന് ശബ്ദമുയർത്തി ആത്മാവിൽ പ്രാർത്ഥിച്ചാട്ടെ. ദൈവത്തിന് മഹത്വം. ദൈവശക്തി വ്യാപരിക്കട്ടെ. യേശുവിൻ്റെ നാമം ചൊല്ലി ഇന്ന് രാത്രി ജനത്തെ അനുഗ്രഹിക്കുമ്പോൾ തന്നെ ദൈവപ്രവൃത്തിക്ക് തടസ്സമായി വ്യക്തികളുടെ മനോമണ്ഡലത്തിന്മേൽ ആധിപത്യം പുലർത്തുന്ന എല്ലാവിധ അവിവേകങ്ങളുടെ മേലും ഈ രാത്രി വിടുതൽ സംഭവിക്കുന്ന രാത്രിയാകട്ടെ. ഗ്ലോറി, ഹല്ലേലൂയ. നമുക്കറിയാം, പ്രിയപ്പെട്ടവർ, ഗൗരവത്തോടെ ചിന്തിക്കാം. തന്നെത്താൻ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല. അപ്പോൾ വിധിയിൽ നിന്നും രക്ഷപ്പെടാൻ എന്തുണ്ട് വഴി? ദൈവജനത്തിൻ്റെ പ്രതിസന്ധികൾ രണ്ട് നിലയിൽ സംഭവിക്കും. ഒന്ന്, ദൈവത്തിൻ്റെ പരിശോധനയായി സംഭവിക്കും. അപ്പോൾ തന്നെ പാപത്തിൻ്റെ പരീക്ഷയായി സംഭവിക്കും. ദൈവത്തിൻ്റെ പരിശോധന വേറെ, പാപത്തിൻ്റെ പരീക്ഷയുടെ പരിണിത ഫലം വേറെ.
ഇത് രണ്ടും രണ്ടാണെന്ന് തിരിച്ചറിയണം. ഇയ്യോബിന് സംഭവിച്ചത് ദൈവത്തിൻ്റെ പരിശോധനയാണ്. എന്നാൽ ദാവീദിന് സംഭവിച്ചത് പാപത്തിൻ്റെ പരീക്ഷയുടെ പ്രത്യാഘാതമാണ്. ദൈവത്തിൻ്റെ പരിശോധന, ദൈവത്തിന് സ്തോത്രം, പുറത്തു നിന്നാരംഭിച്ച് ഒരു വ്യക്തിയെ ആന്തരികമായി ശോധനയിൽ ശുദ്ധീകരിക്കും. നോക്കുക, ഇയ്യോബിന്റെ പരിശോധന വന്നപ്പോൾ അത് പുറത്തു നിന്നാണ് ആരംഭിച്ചത്. പക്ഷേ കുഷ്ഠം ശരീരത്തിന്റെ ഓരോ കോശങ്ങളെയും കാർന്നു തിന്നെങ്കിലും ഒടുവിൽ ഇരട്ടി ശോഭയോടെ ഈ ദൈവദാസൻ പുറത്തു വന്നു. എന്നാൽ ദാവീദിന്റെ പരീക്ഷ പുറത്തു നിന്നല്ല തുടങ്ങിയത്. ബത്ശേബയുമായിട്ടുള്ള പാപം ഉള്ളിലെ മോഹത്തിൽ നിന്ന് തുടങ്ങിയതാണ്. ഉള്ളിലെ മോഹത്തിൽ നിന്ന് തുടങ്ങി കണ്ണുകളെ ആസക്തിയിലേക്ക് കൊണ്ടുപോയി ഒടുവിൽ തൻ്റെ ജീവിതത്തെ തകർത്ത് കളഞ്ഞു. ദാവീദിന്റെ പരീക്ഷ ഓർക്കുക. നമുക്ക് ദൈവത്തിൻ്റെ പരിശോധനയാണോ പാപത്തിൻ്റെ പരീക്ഷയാണോ എന്ന് തിരിച്ചറിയാൻ ഒരു വിധത്തിലും പറ്റില്ല. അവരവർ ശുദ്ധീകരണത്തിനായി സമയം കണ്ടെത്തിയേ പറ്റൂ. കാരണം രണ്ടും ബാഹ്യ കാഴ്ചയിൽ ഒരുപോലെ ഇരിക്കും. സ്തോത്രം. ഇയ്യോബിന് ശരീരത്തിൽ വ്രണങ്ങൾ ബാധിച്ചു, ദാവീദിനും ശരീരത്തിൽ വ്രണങ്ങൾ ബാധിച്ചു. എൻ്റെ അരയിൽ വരൾച്ച നിറഞ്ഞിരിക്കുന്നു, എൻ്റെ നാക്ക് അണ്ണാക്കോട് പറ്റുന്നു. സ്തോത്രം. എൻ്റെ വ്രണങ്ങൾ ചീഞ്ഞു നാറുന്നു, കൂട്ടുകാർ എൻ്റെ ബാധ കണ്ട് മാറി നിൽക്കുന്നു, എൻ്റെ ഭോഷത്വം നിമിത്തം ഇത് സംഭവിച്ചു എന്ന് ദാവീദ് പറയുമ്പോൾ തൻ്റെ ശരീരത്തിൽ അസാധാരണ വ്രണങ്ങൾ ഉണ്ടായി. മറ്റുള്ളവർ അത് കണ്ട് മാറി നിന്നു. ഇയ്യോബിനും ഇത് തന്നെ സംഭവിച്ചു. പ്രഥമ കാഴ്ചയിൽ ഒന്ന് മറ്റൊന്നിനെ തിരിച്ചറിയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഓർക്കുക, ഇയ്യോബിൻ്റെ സ്നേഹിതന്മാർ അടുക്കൽ വന്ന് സ്തംഭിച്ച് കുത്തിയിരുന്നിട്ട് അവർ ദൈവത്തിൻ്റെ ശിക്ഷയാണിത് എന്ന് വ്യാഖ്യാനിച്ച് തെറ്റായിപ്പോയെങ്കിൽ ഒരുത്തന് സംഭവിച്ചത് പരിശോധനയാണ്, മറ്റൊരുത്തന് സംഭവിച്ചത് പരീക്ഷയുടെ പ്രത്യാഘാതമായി ശിക്ഷയാണ്. ഇതിൽ നിന്ന് ഒഴിയാനുള്ള ഒറ്റ വഴി അവരവരുടെ ജീവിതത്തെ അവരവർ കണ്ടനുദപിക്കുക എന്നതാണ്. വിശുദ്ധ ബൈബിൾ പഠിക്കുമ്പോൾ 7 പ്രത്യേക ദൈവിക ന്യായവിധികൾ നമുക്ക് കാണുവാൻ കഴിയും. ഒന്നാമത്തെ ന്യായവിധി യേശുക്രിസ്തുവിൻ്റെ ക്രൂശിലെ ന്യായവിധിയാണ്. മനുഷ്യവർഗത്തിൻ്റെ പാപത്തിന്മേലുള്ള ദൈവത്തിൻ്റെ വിധിയാണത്. മറ്റൊരു ദൈവിക ന്യായവിധി നമ്മിൽ സംഭവിക്കുന്ന ബാലശിക്ഷ എന്ന വർത്തമാനകാല വിധിയാണ്. മറ്റൊന്ന് ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുൻപിൽ സംഭവിപ്പാൻ പോകുന്ന വിശ്വാസികൾക്കുള്ള ന്യായവിധിയാണ്. മറ്റൊന്ന് യഹോശാഫാത്ത് താഴ്വരയിൽ നടക്കുന്ന ദൈവിക ന്യായവിധിയാണ്. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൽ കാണുന്ന അന്ത്യന്യായവിധി മനുഷ്യകുലത്തെ കാത്തിരിക്കുന്ന വിധിയാണ്. എബ്രായ റോമാലേഖനത്തിലും മറ്റും പ്രതിപാദിക്കുന്ന കൊരിന്ത്യ ലേഖനത്തിൽ 6-ാം അധ്യായം സൂചിപ്പിക്കുന്ന ദൂതന്മാരുടെ വിധി, മനുഷ്യകുലത്തിന് മുൻപിൽ വേർപെട്ട വിശുദ്ധിയിൽ നിൽക്കുന്ന ദൈവമക്കൾ ന്യായാധിപ സംഘത്തിൽ സാന്നിധ്യം നൽകുന്ന രംഗം കൺമുൻപിലുണ്ട്. അങ്ങനെ വേദപുസ്തകം നിരവധി വിധികളെ കുറിച്ച് പറയുന്നുണ്ട്. ഇതിൽ ഏറ്റവും ഭയത്തോടെ നാം കേൾക്കേണ്ട ദൈവത്തിൻ്റെ ന്യായവിധി വർത്തമാനകാലത്ത് എന്ന് പറഞ്ഞാൽ ഇന്നലകളിലല്ല, നാളുകളിലല്ല, വർത്തമാനകാലത്ത് വിശ്വാസ സമൂഹത്തിൻ്റെ പാപത്തിനും തെറ്റിനും ദൈവത്തിൻ്റെ ന്യായവിധി അക്ഷരികമായി സംഭവിക്കുമോ എന്ന ചോദ്യമാണ്. ഇന്ന് അക്ഷരികമായി വിശ്വാസികൾക്ക് ന്യായവിധി സംഭവിക്കുന്നുണ്ടോ? നമ്മൾ ഓർക്കുക, അത് സംഭവിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ ന്യായവിധി വർത്തമാനകാലത്ത് സംഭവിക്കുന്നു എന്നത് പെട്ടെന്ന് തിരിച്ചറിയാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ട്. സ്തോത്രം. ഓർക്കുക, പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ദൈവത്തിൻ്റെ കാലഗണന നമ്മുടെ കാലഗണനയുമായി കാലാനുപാതത്തിലല്ലാത്തത് കൊണ്ട് കാര്യം ഗ്രഹിക്കാൻ നമ്മുടെ തലച്ചോറിന് കഴിയുന്നില്ലെന്നേ ഉള്ളൂ. ന്യായവിധി ഇന്നും നടന്നുകൊണ്ടിരിക്കുകയാണ്. കരം ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ഞാൻ പറഞ്ഞ പദപ്രയോഗം എത്ര പേർക്ക് മനസ്സിലായെന്ന് എനിക്കറിയില്ല. ദൈവത്തിൻ്റെ കാലഗണന നമ്മുടെ കാലഗണനയുമായി കാലാനുപാതത്തിലല്ല. എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര വർഷം ജീവിച്ചിരിക്കാൻ കഴിയും? മനുഷ്യൻ്റെ ആയുസ് 70 സംവത്സരം, ഏറെയായാൽ 80 സംവത്സരം. 80 കൊല്ലത്തെ കാൽക്കുലേഷനെ നമ്മുടെ കണഞ്ഞാങ്കുടുക്ക പോലുള്ള ഈ തലച്ചോറിനുള്ളൂ. സ്തോത്രം. അതുകൊണ്ട് കാര്യങ്ങളെ എല്ലാം ഗ്രഹിക്കാനുള്ള കഴിവ് നമ്മുടെ തലച്ചോറിനില്ല. എന്നാൽ ദൈവം എപ്പോഴാ ജനിച്ചേ? ദൈവം എപ്പോഴാ മരിക്കുന്നേ? സർവശക്തനായ ദൈവം
ത്രികാലങ്ങൾ മുഴുവൻ കൺമുൻപിലിരിക്കുന്നവനാണ്. ദൈവത്തിന് ഭൂതകാലമില്ല, ദൈവത്തിന് ഭാവി കാലമില്ല, ദൈവത്തിന് നിത്യവർത്തമാനകാലമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ദൈവത്തിൻ്റെ നിത്യവർത്തമാനകാലം എന്ന് പറയുന്നത് കൺമുൻപിലിരിക്കുന്നതിനാൽ ദൈവത്തിൻ്റെ കാലഗണന നിത്യതയുടെ കാലഗണനയാണ്. സ്തോത്രം. നമ്മുടെ കാലഗണനയോ? നമ്മുടെ കാലഗണന 70-80 വർഷത്തിൻ്റെ കാലഗണനയാണ്. 80-70 വർഷത്തിൻ്റെ കാലഗണന കൊണ്ട് നമ്മൾ കാര്യങ്ങളെ വിലയിരുത്തുമ്പോൾ ന്യായവിധി ഇല്ല എന്ന് നമ്മൾ ചിന്തിക്കും. എന്നാൽ വിശുദ്ധ ബൈബിൾ പറയുന്നു, വർത്തമാനകാലത്ത് ന്യായവിധിയുണ്ട്. നീ ഇത് ചെയ്തു, ഞാൻ മിണ്ടാതെയിരുന്നു. ഞാൻ നിന്നെ പോലെ ഉള്ളവൻ എന്ന് നീ നിരൂപിച്ചു. ഞാൻ നിന്നെ ശാസിച്ച് ഇത് നിന്റെ കണ്ണിൻ്റെ മുൻപിൽ നിരത്തി വയ്ക്കും. ദൈവത്തെ മറക്കുന്നവരെ ഇത് ഓർത്തുകൊള്ളുവീൻ, അല്ല ഞാൻ നിന്നെ കീറിക്കളയും, വിടുവിപ്പാൻ ആരും ഉണ്ടായിരിക്കയില്ല. നീതിമാൻ പ്രതിക്രിയ കണ്ട് ആനന്ദിക്കും, അവൻ തൻ്റെ കാൽ ശത്രുക്കളുടെ രക്തത്തിൽ മുക്കും. ആകയാൽ നീതിമാന് പ്രതിഫലമുണ്ട് നിശ്ചയം. ഭൂമിയിൽ ന്യായം വിധിക്കുന്ന ഒരു ദൈവമുണ്ട് നിശ്ചയമെന്ന് മനുഷ്യർ പറയും. മുഖപക്ഷം കൂടാതെ ഓരോരുത്തന് അവനവൻ്റെ പ്രവർത്തികൾക്ക് തക്കവണ്ണം ന്യായം വിധിക്കുന്നവനെ നാം പിതാവേ എന്ന് വിളിക്കുന്നുവെങ്കിൽ നമ്മുടെ പ്രവാസകാലം ഭയത്തോടെ കഴിക്കുക. ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നത് കൊണ്ട് നാം ഭക്തിയുള്ളവരായി ഭയത്തോടെ സേവ ചെയ്യുക. നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയല്ലോ. ഇന്ന് രാത്രി വചനത്തിൻ്റെ മുൻപിലിരിക്കുന്ന ദൈവമക്കൾ ശ്രദ്ധിക്കണം. കരമടിച്ച് അന്യഭാഷയിൽ ദൈവത്തെ ആരാധിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും സർവശക്തൻ ഇത് മുഴുവൻ റദ്ദാക്കി കളഞ്ഞു എന്ന് നിങ്ങൾ വിചാരിക്കരുത്. ദൈവത്തിൻ്റെ ന്യായവിധി കത്തുന്ന വിളക്കാണ്. സർവശക്തൻ്റെ തിരികല്ല് തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് നിനക്ക് നേരെ വരാം, അത് എനിക്ക് നേരെ വരാം. വിശ്വാസികളുടെ പിതാവായ അബ്രഹാമേ അങ്ങായാലും, ഇസ്രയേലിൻ്റെ മധുരഗായകനായ ദാവീദേ താങ്കളായാലും, ദൈവത്തിൻ്റെ തേജസ് കത്തിയിറങ്ങിയ ജെറുസലേം ദൈവാലയമേ താങ്കളായാലും, ദൈവത്തിൻ്റെ ന്യായവിധി കത്തുന്ന വിളക്കാണ്. ഇതിൽ നിന്ന് ഒഴിയാൻ മനുഷ്യനെ കൊണ്ട് സാധ്യമല്ല. ഇതിൽ നിന്നൊഴിയാൻ ഒറ്റ മാർഗമേ ഉള്ളൂ. ഇതിൽ നിന്നൊഴിയാനുള്ള മാർഗം അനുതാപമാണ്. നിങ്ങൾ നിങ്ങളെ തന്നെ വിധിക്കുന്നില്ലെങ്കിൽ ദൈവത്തിൻ്റെ ന്യായവിധി നിങ്ങളുടെ മേൽ വന്നിരിക്കും. അതുകൊണ്ട് ഈ രാത്രി കടന്നു വന്നിരിക്കുന്ന ദൈവമക്കൾ അവരവരെ തന്നെ അനുതാപത്തോടെ ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയണം. നാം നമ്മെ തന്നെ വിധിക്കണം. ഈ ഭൂമിയിൽ നടക്കുന്ന എല്ലാ സംഭവങ്ങളും ദൈവം നിത്യതയിൽ പ്ലാൻ ചെയ്ത് അനുവദിക്കുന്നതാണ്. ദൈവത്തിന് സ്തോത്രം. ഈ ഭൂമിയിൽ നടക്കുന്ന എല്ലാ സംഭവങ്ങളും ദൈവം നിത്യതയിൽ അനുവദിക്കുന്നതാണ്. സ്തോത്രം എന്ന് പറഞ്ഞാൽ ഇവിടെ നടക്കുന്ന ഒരു പുൽക്കൊടിച്ചലനം മുതൽ ദൈവം അനുവദിക്കാതെ ഇവിടെ സംഭവിക്കില്ല. പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ അതുകൊണ്ട് തന്നെ പറയണം, ഒരു മന്ത്രവാദത്തിനും ഒരു ക്ഷുദ്രപ്രവർത്തിക്കും ഒരാഭിചാരത്തിനും ഒരേലസിനും ഒരു തകിടിനും ഒരാവാഹിച്ചു വിട്ട ദുരാത്മവ്യാപാരത്തിനും എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി തകർക്കാൻ പറ്റില്ല എന്ന് പറയാൻ കഴിയണമെങ്കിൽ ആത്മാവിൽ ആരാധിക്കുന്ന ദൈവമക്കൾ തിരിച്ചറിയണം, ദൈവം അനുവദിക്കാതെ ഒന്നിവിടെ സംഭവിക്കില്ല. അങ്ങനെയാണെങ്കിൽ ദൈവം അനുവദിച്ചാൽ അത് സംഭവിക്കുകയും ചെയ്യും. ഇവിടെ 2 തെളിവുകൾ നിങ്ങളുടെ മുൻപിലേക്ക് കൊണ്ടുവരാം. എന്നിട്ട് എന്താണിത് എന്ന് നിങ്ങളുടെ മുൻപിൽ ഒന്ന് പ്രൂവ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. തിരുവെഴുത്തിലേക്ക് നിങ്ങൾ ഒന്ന് വേഗം വരുവാനായിട്ട് ഞാൻ ആവശ്യപ്പെടുകയാണ്. സ്തോത്രം. തിരുവെഴുത്തിൽ നിന്ന് എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യം വേഗം വായിക്കണേ. എബ്രായർ 12-ന്റെ 8-ാമത്തെ വാക്യം വേഗം. എല്ലാവരും പ്രാപിക്കുന്ന ബാലശിക്ഷ കൂടാതിരിക്കുന്നുവെങ്കിൽ നിങ്ങൾ മക്കളല്ല കൗലിടയന്മാരത്രേ. വായിച്ചാട്ടെ. നമ്മൾ ജഡസംബന്ധമായ പിതാക്കന്മാർ നമ്മെ ശിക്ഷിച്ചപ്പോ നമ്മ അവനെ വണങ്ങിപ്പോന്നുവല്ലോ. വായിച്ചാട്ടെ. ആത്മാക്കളുടെ പിതാവിനെ. അങ്ങനെയാണെങ്കിൽ ഒരു ദൈവ പൈതലിന് ബാലശിക്ഷ എന്നതൊന്നുണ്ട്. ഇനിയും ബാലശിക്ഷ കൂടാതെയാണ് പോകുന്നതെങ്കിൽ, ഈ കർത്തൃമേശയെ സംബന്ധിച്ചിടത്തോളം എല്ലാ ഞായറാഴ്ചയും നമ്മൾ കേൾക്കുന്ന ഒരു സന്ദേശമുണ്ട്. അയോഗ്യമായ അപ്പം തിന്നുകയോ കർത്താവിൻ്റെ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവനെല്ലാം കർത്താവിൻ്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരനാകും. മനുഷ്യൻ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും
അടുത്തിരിക്കുന്നവനെ അരച്ച് കലക്കി അരക്കപ്പാക്കിയാൽ ഒറ്റ മൂന്നിനകത്താക്കാനുള്ള വിരോധമുള്ള പലരും ഇത് നടത്തുകയും എടുക്കുകയും ചെയ്തിട്ടും അവർക്കൊന്നും ഒരു കുഴപ്പവും ഉണ്ടായിട്ടില്ല. വെച്ചടി കയറ്റമാണ്. ഈ പരമാർത്ഥിക്ക് മാത്രം എന്നും ബലഹീനത എന്ന് ചിന്തിക്കുന്ന നിരപരാധികളില്ലേ? സ്തോത്രം. ഇവിടെ ഒരു സത്യം മനസ്സിലാക്കണം. നിത്യനരകത്തിന് വേണ്ടി നിയമിക്കപ്പെട്ടാൽ പിന്നെ അവർക്ക് ബാലശിക്ഷയില്ല. ഈ ജയിലിലോട്ട് കയറുന്നതിന് മുൻപ് പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുന്ന ആദ്യത്തെ സമയം, സ്തോത്രം, അങ്ങോട്ട് കയറുമ്പോൾ ചില പ്രത്യേക പ്രക്രിയകളുണ്ട്. എന്നാൽ പണ്ടത്തെ പോലീസ് സ്റ്റേഷൻ്റെ നിലവാരത്തിൽ പറയപ്പെടുന്നത്, വലത്തെ കാല് വെച്ച് കയറിയാൽ പൊറുക്കാൻ വന്നതാണോ, ഇടത്തെ കാല് വെച്ച് കയറിയാൽ മുടിക്കാൻ വന്നതാണോ, രണ്ട് കാലും വെച്ച് കയറിയാൽ അഹങ്കാരമാണോ, ഏത് കാല് വെച്ച് കയറും അവിടെ നടയടി എന്നൊരു സംവിധാനം ഉണ്ടെന്നാണ് പറയുന്നത്. സ്തോത്രം. എന്ന് പറഞ്ഞാൽ ശിക്ഷാക്രമം വർത്തമാനകാലത്തെ തെറ്റുകൾക്കുണ്ട്. എന്നാൽ ഒരാളിനെ ഇന്ന ദിവസം ഇത്രാം തീയതി തൂക്കിലിടാൻ ഗവൺമെൻറ് തീരുമാനിച്ചെന്നിരിക്കട്ടെ, തൂക്കിലിടാൻ തീരുമാനിച്ചാൽ പിന്നെ നടയടിയില്ല. ഇതുപോലെ സഭയ്ക്കകത്ത് ഇത് കൊടുക്കുകയും എടുക്കുകയും ചെയ്യുന്ന പലരെയും തമ്പുരാൻ നിത്യതയുടെ വീക്ഷണത്തിൽ അഗ്നിനരകത്തിന് മാറ്റിവെച്ചിട്ടുണ്ട്. അവർ കർത്തൃമേശയുടെ പാത്രം മൊത്തം എടുത്ത് വിഴുങ്ങിയാലും ഒരു കുഴപ്പവും പറ്റിയല്ല. സ്തോത്രം. എന്നാൽ കൃപ പ്രാപിച്ച ഒരു ദൈവപൈതൽ വിശുദ്ധിയിൽ നിൽക്കുമ്പോൾ നീ വീണ്ടും ജനിച്ചവനാണെങ്കിൽ, നിനക്കൊരപ്പനുണ്ടെങ്കിൽ, നീ ഇല്ലീഗൽ സൺ അല്ലെങ്കിൽ, നീ നിയമാനുസൃത പൈതൽ അല്ലെങ്കിൽ നിനക്ക് ശിക്ഷാവിധിയില്ല. എന്നാൽ നീ നിയമാനുസൃത പൈതലാണെങ്കിൽ അതിൻ്റെ പുറകിൽ ദൈവത്തിൻ്റെ ശിക്ഷാക്രമം ഉയരും. അതുകൊണ്ട് ഇവിടെ കടന്നു വന്നിരിക്കുന്ന ദൈവമക്കൾ ഭയത്തോടെ ഈ രാത്രി കേൾക്കണം. കർത്താവേ, എൻ്റെ ശിക്ഷാക്രമം ഒഴിഞ്ഞു പോകത്തക്ക വിധത്തിൽ നിത്യതയുടെ കാഴ്ചപ്പാടിൽ ജീവിതത്തെ വിലയിരുത്താനുള്ള കൃപ എനിക്ക് തരണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കണം. ഇത് സഭയ്ക്കകത്ത് മുഴങ്ങുന്ന വചനത്തിൻ്റെ പുറകിൽ ദൈവത്തിൻ്റെ ആത്മാവ് പരമാർത്ഥികളുടെ ഹൃദയത്തെ ശക്തമായി ബോധ്യപ്പെടുത്തും. അല്ലാത്തവർക്ക് ഇത് ബോധ്യപ്പെടില്ല. പ്രിയപ്പെട്ടവരെ, അല്ലാത്തവരുടെ മുൻപിൽ പ്രസംഗിക്കുന്നത് റേഡിയോയോട് പ്രസംഗിക്കുന്നത് പോലെ മാത്രമേ ഉള്ളൂ. റേഡിയോയോട് പ്രസംഗിച്ചിട്ട് വല്ല പ്രയോജനമുണ്ടോ? പാർക്കിലെ പ്രതിമയുടെ മുൻപിൽ പോയി ബോംബ് സ്ഫോടനത്തെക്കുറിച്ച് ക്ലാസ് എടുത്തിട്ട് വല്ല പ്രയോജനമുണ്ടോ? സ്തോത്രം. ഇതുപോലെ പാർക്കിലെ പ്രതിമ പോലെ, ഈജിപ്ഷ്യൻ പിരമിഡിലെ മമ്മി പോലെ ഇരിക്കുന്ന കുറേ എണ്ണം എല്ലാ സഭകൾക്കകത്തുമുണ്ട്. അവനെ ഒന്നും മാനസാന്തരപ്പെടുത്താൻ, ഈ പിന്മാറ്റക്കാരനെ തേച്ച് കഴുകാൻ ഒരു പുരുഷായുസ് കൊണ്ട് സാധ്യമല്ല. എന്നാൽ അനുതപിക്കുന്ന ചില ദൈവമക്കൾ ദൈവസഭയ്ക്കകത്തുണ്ട്. അവർ കരയാൻ ഏൽപ്പിച്ചു കൊടുക്കുന്നവരാണ്. അവർ കേൾക്കുന്ന ജീവന്റെ വചനത്തിനുള്ളിൽ പൊട്ടിത്തകരും. ആരാധനയ്ക്കകത്ത് കടന്നു വന്നിരിക്കുന്ന ദൈവമക്കൾ ആത്മാവിൽ ചിന്തിക്കുക. അങ്ങനെ ഒരു കുറ്റബോധം നിന്റെ മനസ്സിനെ ഭരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നീ നല്ല പാതയിൽ തന്നെയാണ്. ഇന്നേക്ക് വർഷങ്ങൾക്ക് മുമ്പ് പെന്തക്കോസ്തിൻ്റെ ആദ്യ കാലഘട്ടത്തിലെ ഒരു ലോക്കൽ സഭയ്ക്കകത്ത് ഒരു കർത്തൃദാസനോട് സഭായോഗം കഴിഞ്ഞ്, സ്തോത്രം, ഒരു പ്രിയപ്പെട്ടവൻ ചില വാക്കേറ്റമുണ്ടാക്കി. വാക്കേറ്റമുണ്ടപ്പോൾ പരുഷമായി അദ്ദേഹം പാസ്റ്ററോട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ പാസ്റ്റർ തിരിച്ചൊന്നും പ്രതികരിച്ചില്ല. അദ്ദേഹം മൗനം പുലർത്തി. എന്നാൽ ഈ സഹോദരൻ വീട്ടിൽ ചെന്നതിന് ശേഷം നേരെ ഭക്ഷണം കഴിക്കാൻ മേശപ്പുറത്ത് ഭാര്യ എടുത്തു വെച്ച് കുഞ്ഞുങ്ങളുമായി ഭക്ഷണം കഴിക്കാൻ പപ്പായെ വിളിക്കുമ്പോൾ കഥ അടച്ചിരിക്കുകയാണ്, അകത്തുനിന്ന് കുറ്റിയിട്ടിരിക്കുക. ഏങ്ങൽ, കരച്ചിൽ മാത്രം പുറത്ത് കേൾക്കാം. പപ്പാ പപ്പാ എന്ന് വാതുക്കൽ നിന്ന് മുട്ടുമ്പോൾ, സ്തോത്രം, നിങ്ങൾ കഴിച്ചോ, ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു. അവർ കഴിച്ചു. കാര്യമായിട്ടൊന്നും തോന്നിയില്ല. പക്ഷേ പുറത്ത് കതക് തുറക്കുന്നില്ല. അല്പസമയം മുൻപോട്ട് പോയപ്പോൾ ഭാര്യ വന്ന് കതകിനെ ഒട്ടിയിട്ട് പറഞ്ഞു, തുറക്ക്, എന്തിനാ ഇങ്ങനെ കഥ അടച്ചിരിക്കുന്നത്, നിങ്ങൾ കഴിച്ചില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, ഇല്ല, എനിക്ക് വേണ്ട ഒന്നും. കരയുകയാണ്. ആ സമയത്ത് കതക് തുറന്നപ്പോൾ ഭാര്യയോട് പറഞ്ഞു, ഞാൻ പാസ്റ്ററോട് ഇങ്ങനെ സംസാരിച്ചു, എനിക്ക് അങ്ങനെ പറയേണ്ടി വന്നു, എങ്കിലും അത് തെറ്റായിപ്പോയി, എൻ്റെ മനസ്സ് വല്ലാതെ തകരുന്നു. അപ്പോൾ മക്കൾ ചെന്ന് പാസ്റ്ററെ വിളിച്ചോണ്ട് വന്നു. പാസ്റ്ററുമായിട്ട് സംസാരിക്കാൻ അവസരമുണ്ടായി. അപ്പോൾ അച്ഛാ, ഞാനത് വിട്ടു, സാരമില്ല എന്ന് പറയുമ്പോൾ പറഞ്ഞു, അല്ല, ഈ ഉള്ളവനത് പറയരുതല്ലോ, ഇവനത് ചെയ്യരുതല്ലോ, അങ്ങനെ അല്ലല്ലോ ഞാൻ പറയേണ്ടിയിരുന്നത്, ഞാനൊരു ദൈവപൈതലല്ലേ എന്ന് പറഞ്ഞു പൊട്ടിക്കരയുകയാണ്. വൈകിട്ട് 5 മണിക്ക് ദൈവത്തിന് സ്തോത്രം ഇരുന്ന് അത് ഒരുമിച്ച് നിരപ്പ് പ്രാപിച്ചിട്ട് അടുത്ത ചില ഉപവാസ സമയങ്ങൾ വേർതിരിച്ചതിന് ശേഷമാണ് ആ മനുഷ്യൻ ഭക്ഷണം കഴിച്ചത്. ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനെ വല്ല മാറ്റവും നമ്മുടെ സമൂഹത്തിനുണ്ടോ? കോന്നിയിൽ ഒരച്ചായൻ ഒരിക്കൽ
സാധു കൊച്ചുകുഞ്ഞുപദേശിച്ചർ പ്രസംഗം കേൾക്കാൻ പോയി. പ്രസംഗം കഴിഞ്ഞ് തിരിച്ചു വന്ന് അദ്ദേഹം രാത്രിയിൽ തന്നെ പോയി ചില പണിക്കാരെ ചുമതലപ്പെടുത്തിയിട്ടാണ് വീട്ടിലെത്തിയത്. രാവിലെ പണിക്കാരെ സ്ഥലത്ത് വന്നു. വീടിൻ്റെ മേക്കൂരെ കയറി ഓട് ഇളക്കി താഴെ കൊണ്ടുവന്നു. എന്നിട്ട് വീടിൻ്റെ മുകളിലത്തെ കൂര അഴിക്കുകയാണ്, മോന്തായമൊക്കെ അഴിക്കുക. അപ്പോൾ മറ്റുള്ളവർ പറഞ്ഞു, ഇന്നലെ വൈകിട്ട് യോഗത്തിന് പോകുന്നത് വരെ പുള്ളിക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു. ഇന്നലത്തെ യോഗം കഴിഞ്ഞ് മനസ്സിൻ്റെ സമനില തെറ്റിപ്പോയി, അതാ കാര്യം. അപ്പോൾ അദ്ദേഹം പറഞ്ഞതിന് മറുപടിയുണ്ട്. എടാ, ഇന്നലെ വൈകിട്ട് കൊച്ചുകുഞ്ഞുപദേശിയുടെ യോഗത്തിന് പോകുന്നതിന് മുമ്പ് ഇതിനൊന്നും കണക്ക് കൊടുക്കേണ്ടി വരികയെന്നാണ് ഞാൻ ചിന്തിച്ചത്. സ്തോത്രം. കോന്നി വനത്തിൽ നിന്നും കള്ളത്തടി വെട്ടി ഉണ്ടാക്കിയതാണ് എൻ്റെ വീട്. അന്ത്യന്യായാസനത്തിന് മുൻപിൽ ഞാൻ എത്തുന്നതിന് മുമ്പ് എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ കൊടുക്കേണ്ടത് അങ്ങ് കൊടുത്തേക്കാമെന്ന് വെച്ച് ഇത് മുഴുവൻ അഴിച്ച് കോന്നി ഫോറസ്റ്റ് സ്റ്റേഷൻ്റെ മുന്നേ കൊണ്ടുവെക്കാൻ ഞാൻ തീരുമാനിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞ് ചുമട്ടുകാരെ കൊണ്ട് ചുമ്മിച്ചുകൊണ്ട് ഫോറസ്റ്റ് സ്റ്റേഷൻ്റെ മുന്നേ വെച്ചു. ഞാൻ ചോദിക്കുന്നു, ഒരു വനം വിഴുങ്ങിയാൽ ഇന്ന് കുറ്റബോധമുണ്ടോ? ദൈവത്തിന് സ്തോത്രം. അല്ല, കുറ്റബോധമില്ലാതെ പ്രസംഗിക്കുന്ന നല്ല ടൈപ്പ് പ്രഭാഷകന്മാർ അരങ്ങ് തകർക്കുമ്പം കുറ്റബോധത്തിലേക്ക് നയിച്ചാൽ അതൊരു തരം അസ്വസ്ഥതയായി മാറിപ്പോകുകയല്ല ഇന്നത്തെ തലമുറയ്ക്ക് മുൻപിൽ. പിന്നെ ശവത്തിൻ്റെ മണ്ടയിൽ ആന കയറി നിന്നാലും വേദന അറിയത്തില്ലല്ലോ. മനസ്സിലായില്ലല്ലേ? സ്തോത്രം. ശവത്തിൻ്റെ മുകളിൽ ആന കയറി നിന്നാലും വേദന അറിയത്തില്ലല്ലോ. അകത്താത്മീയ ജീവൻ തുടിക്കുന്നെങ്കിലല്ലേ വേദന അറിയത്തുള്ളൂ. എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച അപാകതകളുടെ മേൽ ഒരു കഴുകൽ തരണേ എന്ന് പ്രാർത്ഥിക്കാൻ ഉള്ള നിലവിളിയുടെ ശബ്ദം സഭകൾക്കകത്ത് നിന്ന് അന്യം വിടുന്ന ഈ തലമുറയ്ക്ക് നടുവിൽ നേതൃത്വം കൊടുക്കുന്നവരും ആ വഴിക്ക് ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ, അന്ധകാര ശക്തികൾ ആരാധന കണ്ടിട്ട് അട്ടഹസിക്കുമ്പോൾ, ഇന്ന് രാത്രി സാത്താന്യ താവളങ്ങൾ വിറയ്ക്കത്തക്ക വിധം ഇവിടെ ആരാധിക്കുന്ന ദൈവമക്കളുടെ നടുവിൽ അനുതാപത്തിൻ്റെ ശബ്ദം ഉയരട്ടെ. എന്നെ കഴുകണേ കർത്താവേ എന്ന് പ്രാർത്ഥിക്കുന്ന എത്ര ദൈവമക്കൾ ഇവിടെയുണ്ട്. സ്വർഗം ഇതിന് മീതെ തുറന്നു നിൽക്കുന്ന രാത്രിയാണ് ഈ രാത്രി. പരിശുദ്ധാത്മാവ് പറയുന്നു, നിന്റെ കുടുംബത്തിൽ നടക്കാൻ തുടങ്ങുന്ന ചിലതിനെ എൻ്റെ ദൈവമാണ് പ്ലാൻ ചെയ്തിരിക്കുന്നതെങ്കിൽ നിന്റെ വീട്ടിൽ ന്യായവിധി വരാതെ, നിന്റെ തലമുറയുടെ മേൽ ബന്ധനങ്ങൾ വരാതെ, നിന്റെ ശരീരത്തിന്മേൽ അകാല നിര്യാണങ്ങൾ അനുവദിക്കാതെ, നിന്റെ നന്മകൾ വഴിതെറ്റിപ്പോകാതെ പ്രാർത്ഥിക്കുന്ന നിന്റെ കൈകളിൽ എത്തക്കത്തക്ക വിധത്തിൽ ദൈവത്തിൻ്റെ കരമുയരും. അതിന് സാധിക്കാൻ കഴിയണമെങ്കിൽ ഇന്ന് രാത്രി ദൈവസിംഹാസനത്തിന് മുൻപിൽ കവിണ് വീഴാൻ തയ്യാറാകുന്ന രാത്രിയാകണം. ഓ, രക്തത്താൽ ജയം, രക്തത്താൽ ജയം, രക്തത്താൽ ജയം, രക്തത്താൽ ജയം, രക്തത്താൽ ജയം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ ആത്മാവിൽ പോരാടിക്കൊണ്ടിരിക്കണം. ഇന്ന് രാത്രി നിങ്ങളുടെ കണ്ണ് ദൈവാത്മാവ് തുറക്കുന്ന രാത്രിയാകണം. ഞാൻ പറയട്ടെ, ബലഹീനതകൾ, രോഗങ്ങൾ, ക്ഷീണങ്ങൾ ഇവയൊക്കെ നമുക്ക് ശോധനയായി വരാം. ചിലത് നമുക്ക് ശിക്ഷാക്രമമായി വരാം. എന്നാൽ ഈ ശിക്ഷാക്രമമായാലും ശോധനയായാലും സ്വർഗം അനുവദിക്കാതെ സംഭവിക്കില്ല. ദൈവത്തിന് സ്തോത്രം. ഇങ്ങനെയാണോ? സ്വർഗം അനുവദിച്ചിട്ടാണോ എല്ലാം സംഭവിക്കുന്നത്? അതെ, അതെ. ഞാൻ എൻ്റെ ദൈവത്തെ സേവിക്കാൻ ഇറങ്ങിത്തിരിച്ച ദൈവപൈതലാണെങ്കിൽ ദൈവത്തെ സ്കിപ്പ് ചെയ്ത് എൻ്റെ കുടുംബത്തിന് വെച്ചിരിക്കുന്ന സുരക്ഷിതത്വത്തിൻ്റെ അതിര് മാറ്റാൻ ഈ നാട്ടിൽ വ്യാപരിക്കുന്ന യാതൊരു പൈശാചിക ശക്തികൾക്കും കഴിയുകയില്ലെന്ന് ഉറപ്പായി വിശ്വസിക്കുന്നയാളാണ് ഞാൻ. കാരണം എൻ്റെ അതിര് എത്രത്തോളം മാറ്റിക്കൊടുക്കാം എന്ന് തീരുമാനിക്കുന്നത് തൊട്ടടുത്ത വാഴ്ചാശക്തിയല്ല, ഞാൻ സേവിക്കുന്ന ദൈവത്തിൻ്റെ കരമാണ്. അവിടുന്ന് അനുവദിച്ചെങ്കിലേ എൻ്റെ അതിര് മാറൂ എന്ന് ബോധ്യമുള്ള ദൈവമക്കൾ വിളിച്ചു പറയണം. അവിടുന്ന് അനുവദിക്കണമെങ്കിൽ അതിന് ഉദ്ദേശമുണ്ടാകണം. ഗ്ലോറി, ഹല്ലേലൂയ. അപ്പോൾ പ്രധാന ചോദ്യം ഇതാണ്: ജീവിതത്തിൽ സംഭവിക്കുന്ന ചെറുതും വലുതുമായ ദുരന്തങ്ങളോ നന്മകളോ എന്തുമാകട്ടെ, സ്വർഗം അനുവദിക്കുന്നതാണോ? നിങ്ങൾ തിരുവെഴുത്തിലേക്ക് ഒന്ന് വേഗം വരണം. ഞാൻ നിങ്ങളുടെ മുൻപിലേക്ക് ഒന്ന് കൊണ്ടുവരാം. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 22-ാം അധ്യായം ആണെന്ന് എൻ്റെ ഓർമ്മ. 19-ാമത്തെ വാക്യം. ദൈവത്തിന് സ്തോത്രം. 1 രാജാക്കന്മാരുടെ പുസ്തകം 22-ാം അധ്യായത്തിൻ്റെ 14 ആദ്യം ഒന്ന് വായിച്ചാൽ, 14-ാമത്തെ വാക്യം ആദ്യം ഒന്ന് വായിച്ചാട്ടെ. ആ ആ ആ നമുക്കറിയാം പശ്ചാത്തലം. ഈ പശ്ചാത്തലം വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട. ഈ സൂചിക്കുഴയിൽ നൂല് കയറ്റുമ്പോഴേ സഹോദരിമാർക്കല്ലേ, തയ്യക്കാർക്കൊരു ഏകാഗ്രതയില്ലേ? ഇതുപോലെ
ബഹളത്തിൽ പ്രസംഗം തീരരുത്. ഇത് നിങ്ങളുടെ മനസ്സിനകത്തോട്ടൊന്ന് കയറണം. ദൈവത്തിന് സ്തോത്രം. നമുക്കറിയാം ആഹാബ് എന്ന രാജാവ് ഏറ്റവും മ്ലേച്ഛനായിരുന്നു. എന്നാൽ യഹോശാഫാത്ത് എന്ന രാജാവ് ഭക്തനായിരുന്നു. ഇവർ തമ്മിൽ ബന്ധുക്കാരായി കഴിഞ്ഞപ്പോൾ രണ്ടുപേരും കൂടെ ഗിലെയാദിലെ രാമോത്തിലേക്ക് യുദ്ധത്തിന് പോകാൻ ഒരു പദ്ധതി ആസൂത്രണം ചെയ്യുകയാണ്. പോകുന്നതിന് തൊട്ട് മുമ്പ് ദൈവാലോചന ചോദിക്കണമല്ലോ. ആഹാബ് രാജാവ് തൻ്റെ കൊട്ടാരത്തോടനുബന്ധിച്ചുള്ള കുട്ടിപ്രവാചകന്മാരായ ബാൽ അശേര കുലദൈവങ്ങളെ സേവിക്കുന്നവരെ വിളിച്ചുകൂട്ടി കൂട്ടപ്രവചനം നടത്തുന്ന സമയം ഒരു വിശാല സ്ഥലത്ത് രണ്ടുപേരും സിംഹാസനത്തിൽ ഇരിക്കുകയാണ്. യഹോശാഫാത്ത് നേർബുദ്ധിയൊരു കാര്യം ചോദിച്ചു. അല്ല, ഈ കാര്യത്തിന് നമ്മൾ പോകുന്നതിന് മുൻപിൽ ദൈവാലോചന ചോദിക്കാൻ യഹോവയുടെ പ്രവാചകന്മാരായി ആരെങ്കിലും ഇവിടെയുണ്ടോ? അപ്പോൾ ഒരാളെ സംബന്ധിച്ച് ആഹാബ് പറഞ്ഞു, ഒരുത്തനുണ്ട്. അവൻ എന്നെക്കുറിച്ച് നല്ലതൊന്നും, നമുക്ക് കേൾക്കാനൊരു സുഖമുള്ള പ്രവാചകന്മാരെ വിളിക്കുന്നതല്ലേ ഒരു സുഖം. സ്തോത്രം. അതുകൊണ്ട് എന്നെക്കുറിച്ച് അവൻ നല്ലതൊന്നും പറയുകയില്ല. ഏതായാലും അവനെ കൂടെ വിളിച്ച് കേൾക്കാൻ തീരുമാനിച്ചു. സ്തോത്രം. വന്ന വഴിക്ക് മറ്റ് പ്രവാചകന്മാർ അനുകൂലമായി പ്രവചിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പ്രവചന സദസ്സിലേക്ക് നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണം. ഒരു പ്രവാചകൻ തലയിൽ ഒരു പ്രത്യേകതരം കൊമ്പുണ്ടാക്കി വെച്ചിട്ട് ഇങ്ങനെ നീ കുത്തിക്കളയും എന്നൊക്കെ പ്രൊഫറ്റിക്കൽ ആക്ട് അല്ലേ, ഇന്നത്തെ പുതിയ തലമുറ കാണിക്കുന്ന പല പരിപാടികളെയും കുറിച്ച് മനസ്സിലാക്കുന്നത് പോലെ പ്രൊഫറ്റിക്കൽ ആക്റ്റൊക്കെ കാണിക്കുകയാണ്. അപ്പോൾ പുതിയ പ്രവാചകൻ, ഈ വിമർശന പ്രവാചകൻ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ അനുകൂല പ്രവാചകന്മാരായ ചില ആൾക്കാർ ചെന്ന് പറഞ്ഞതേ, ബാക്കിയുള്ളവരെല്ലാം പോസിറ്റീവായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് യുദ്ധം വിജയിക്കുമെന്ന്. നീ മാത്രം നെഗറ്റീവ് പറയരുത്. നെഗറ്റീവ് പറഞ്ഞാൽ ശരിയാകില്ല. ദൈവത്തിന് സ്തോത്രം. ഇത് പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വരുമ്പോൾ ആഹാബ് രാജാവിൻ്റെയും യഹോശാഫാത്തിൻ്റെയും മുൻപിലെത്തി നിൽക്കുന്ന ഈ പ്രവാചകനോട് യഹോശാഫാത്ത് പറഞ്ഞു, ദൈവം അരുളി ചെയ്താൽ അത് പറയണം. താൻ പരിഹാസം കലർന്ന ഒരു ചിരിയോടുകൂടെ പോകുക, വിജയം ലഭിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ മനസ്സിലായി ഇത് നല്ല ഉദ്ദേശത്തോടെ പറയുന്നതല്ലെന്ന്. ഉടനെ ഒരു ദർശനം യാഥാർത്ഥ്യം പറയാൻ നിർബന്ധിക്കപ്പെട്ടപ്പോൾ പ്രവാചകൻ അവതരിപ്പിക്കുന്നുണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. എന്താണ് അദ്ദേഹം അവതരിപ്പിക്കുന്ന ദർശനം? യഹോവ തൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നതും അവൻ്റെ സൈന്യമൊക്കെയും ഇടത്തും വലത്തും നിൽക്കുന്നതും ഞാൻ കണ്ടു. ആഹാബ് ചെന്ന് ഗിലെയാദിലെ രാമോത്തിൽ വെച്ച് കൊല്ലപ്പെടേണ്ടതിന് ആരവനെ വശീകരിക്കും എന്ന ഒരു ചോദ്യം ദൈവസന്നിധിയിൽ ഉയർന്നു. യഹോവയുടെ സന്നിധിയിൽ നിന്നൊരു ദുരാത്മാവ് പുറപ്പെട്ടു വന്ന് ഞാൻ പോകാം എന്ന് അനുവാദം ചോദിച്ചു. നീ പോകാം, ഞാൻ പോകാമെന്ന് അനുവാദം കൊടുത്തപ്പോഴേ അനുവാദം ചോദിച്ചപ്പോൾ പോകുന്നതിനെ കുറിച്ചൊരു വിശകലനം പറഞ്ഞു. ഞാൻ പുറപ്പെട്ട് 400 പ്രവാചകന്മാരുടെ വായിൽ ഭോഷ്കിന്റെ ആത്മാവായിരിക്കും എന്ന് പറഞ്ഞു. ഇത് കേട്ട ഉടനെ നെഗറ്റീവ് പ്രവചനം എന്ന മുദ്ര കുത്തിയാൽ കുറച്ചുകൂടെ പീഡിപ്പിക്കപ്പെടുകയാണ്. എന്നാൽ ഒരു വസ്തുത ഇവിടെ മനസ്സിലാക്കേണ്ടതുണ്ട്. ആഹാബ് ഒരു കുലനിലത്ത് കൊല്ലപ്പെടേണ്ടതിന് ഒരു കടം കടപ്പുണ്ട്. ആ കടം മറ്റൊന്നുമല്ല, ഏലിയാവെന്ന ദൈവഭൃത്യൻ പറഞ്ഞ ഒരു പ്രവചനത്തിൻ്റെ കടമാണ്. നിരപരാധിയുടെ മേൽ നടത്തിയ ക്രൂരമായ ഒരു തട്ടിക്കയറ്റത്തിന്, ഒരു സാധുവിൻ്റെ നിലത്തെ ചീരത്തോട്ടമാക്കാൻ ഒരു കൊല നടത്തിയതിൻ്റെ കണക്ക് തീരാനുണ്ട്. ആ കണക്ക് തീരണമെങ്കിൽ ദൈവത്തിന് സ്തോത്രം, ആ സാധുവിൻ്റെ ചോര ഏത് കടവിൽ കഴുകിയോ ആ കടവിൽ തന്നെ നിന്റെ രക്തം നായ്ക്കൾ നക്കിയേ പറ്റൂ. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രി ഈ ദൂത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ കൈയടിച്ചും അന്യഭാഷ പറഞ്ഞും സ്വന്തം ജീവിതത്തിൽ സംഭവിച്ച ചില പ്രത്യാഘാതങ്ങളെ റദ്ദാക്കാമെന്ന് വിചാരിക്കരുത്. ഞാൻ ആത്മനിയോഗത്തോടെ പറയാം, ദൈവം വെച്ച വ്യവസ്ഥ ലംഘിച്ചുകൊണ്ട് ചെയ്ത പ്രവർത്തികൾക്ക് മുൻപിൽ പെരുവിരളെ നിന്ന് അന്യഭാഷ പറഞ്ഞാലും ക്രമീകരണം പൂർത്തിയാകാത്തിടത്തോളം ദൈവത്തിന്റെ ശിക്ഷാക്രമം ഒരു നിഴല് പോലെ നിന്റെ കുടുംബത്തെ പിന്തുടരും. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. വളരെ ഗൗരവമായി മനസ്സിലാക്കണം. അങ്ങനെയാണെങ്കിൽ താഴെ ഒരു യുദ്ധം അരങ്ങ് തകർക്കുകയാണ്. ആ യുദ്ധത്തിൽ ദൈവത്തിന്റെ ദാസൻ യഹോശാഫാത്ത് തലമുടി നാരിഴയ്ക്ക് രക്ഷപ്പെട്ടു. പക്ഷേ പതക്കത്തിനും കവചത്തിനും ഇടയിൽ ദൈവത്തിന് സ്തോത്രം യദൃച്ഛിക ഒരുത്തന്റെ അമ്പ് ആഹാബിന്റെ ശരീരത്തെ മുറിവേൽപ്പിച്ചു. വാഹനമൃഗത്തിന്റെ പുറത്ത് ചോര വാർന്നൊഴുകുന്ന ഡെഡ് ബോഡിയുമായി ദൈവത്തിന് സ്തോത്രം
ഗിലെയാദിലെ രാമോത്തിലെ യുദ്ധത്തിന് കടന്നുപോയ ആഹാബിന്റെ ശരീരത്തിൽ നിന്ന് ഒഴുകിയെത്തിയ രക്തം മുൻപ് സാധുവിന്റെ ചോര കഴുകിയ കുളത്തിൽ കഴുകത്തക്ക വിധത്തിലേക്ക് പശ്ചാത്തലം മാറിയപ്പോൾ ദൈവത്തിന്റെ കാര്യപരിപാടി നിവർത്തിക്കപ്പെട്ടു. ഈ യുദ്ധം ആസൂത്രണം ചെയ്തത് ആര്? നിങ്ങൾ അംഗീകരിച്ചാലും അവഗണിച്ചാലും ഞാൻ പറയാം, ഈ യുദ്ധം മുകളിൽ ആസൂത്രണം ചെയ്തതാണ്. വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവ പൈതലേ, നിന്റെ കുടുംബത്തിൽ വരുന്ന നന്മയായാലും തിന്മയായാലും എൻ്റെ ദൈവം മുകളിൽ അനുവദിക്കാതെ സംഭവിക്കില്ല എന്ന ബോധ്യം അകത്ത് ഭരിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി ആത്മാവിൽ പറയണം. ഒരു ആക്സിഡൻ്റ് ആകട്ടെ, ഒരു ക്യാൻസർ ആകട്ടെ, ഒരു ബയോപ്സി എതിരായി വരുന്നതാകട്ടെ, ഒരു സ്പൈനൽ കോഡിൻ്റെ തകർച്ചയാകട്ടെ, ഒരു മാരക വിപത്താകട്ടെ, ഒരു കുടുംബ തകർച്ചയാകട്ടെ, എൻ്റെ ദൈവം അനുവദിക്കാതെ സംഭവിക്കത്തില്ലെങ്കിൽ അതിന് റൂട്ട് കോസിനെ എടുത്തു മാറ്റാൻ മനുഷ്യനെ കൊണ്ട് സാധ്യമല്ല. അത് ദൈവസന്നിധിയിൽ കണ്ണുയർത്തുന്ന ദൈവമക്കൾ കാണണം. മുകളിൽ ആസൂത്രണം ചെയ്യുന്ന കാര്യങ്ങളാണ് ഇവിടെ നടപ്പിൽ വരുന്നത്. ഗ്ലോറി ഗ്ലോറി ഗ്ലോറി. രക്തത്താൽ ജയം. കണ്ണ് തുറക്കുന്ന ദൈവമക്കൾ എത്ര പേരിവിടെയുണ്ട്? ഇരിക്കുന്ന ഇരിപ്പിൽ ഈ ഉപവാസ പ്രാർത്ഥനയിൽ ആത്മാവിൽ പറയണം, എൻ്റെ ഭവനത്തിൽ നടക്കുന്ന സംഭവങ്ങൾ, എൻ്റെ തലമുറയ്ക്ക് നടക്കുന്ന കടുങ്കെട്ടുകൾ, എൻ്റെ കുടുംബത്തിൽ നടക്കുന്ന ബന്ധനങ്ങൾ, എൻ്റെ വാഗ്ദത്വത്തിന്മേൽ സംഭവിക്കുന്ന തകർച്ചകൾ, എൻ്റെ യാത്രയിൽ സംഭവിക്കുന്ന അനർത്ഥങ്ങൾ, ഇതൊക്കെ എൻ്റെ ദൈവം അനുവദിക്കാതല്ല സംഭവിക്കുന്നതെങ്കിൽ ഇതിൻ്റെ പുറകിലെ കാരണങ്ങളെ ബന്ധിക്കാൻ ഞാൻ സേവിക്കുന്ന ദൈവത്തിന് കഴിയുമെങ്കിൽ ഇന്ന് രാത്രി ഇത്രയും ദൈവമക്കൾ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ തേജസ് ഉടുത്തുകൊണ്ട് യേശു ഇതിനകത്ത് ഇറങ്ങി വന്നിട്ടുണ്ട്. ഇവിടെ നിന്ന് ആരാധിക്കുന്ന ദൈവമക്കൾ ആത്മാവിൽ കാണട്ടെ. അവന് പ്രകൃതിയുടെ മേൽ അധികാരമുണ്ട്, അവന് മരണത്തിന്മേൽ അധികാരമുണ്ട്, അവന് രോഗത്തിന്മേൽ അധികാരമുണ്ട്, അവൻ പ്രതിസന്ധികളുടെ മേൽ അധികാരമുണ്ട്. അടുത്ത ചില മിനിറ്റുകൾക്കുള്ളിൽ ശവക്കുഴിയിലേക്ക് എടുക്കാൻ പോകുന്ന ഡെഡ് ബോഡിയിൽ നിന്ന് പറന്നകുന്ന പറുദീസയിൽ വിശ്രമിക്കുന്ന ആത്മാവിനെ ആ പെൺകുട്ടിയുടെ ശരീരത്തിലേക്ക് മടക്കി വരുത്താൻ യേശുവിന് അധികാരമുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഈ ആരാധനയ്ക്കകത്ത് അവൻ ഇറങ്ങി വന്നിട്ടുണ്ടെങ്കിൽ ഒരു ബന്ധനങ്ങളും ഒരു ആവാഹിച്ചു വിട്ട ദുരാത്മ വ്യാപാരത്തിന്റെ ശക്തികളും ഒരു ശാപത്തിന്റെ കെട്ടുകളും എൻ്റെ സഭയ്ക്കകത്തോ എൻ്റെ കുടുംബത്തിലോ എൻ്റെ കർത്താവ് അനുവദിക്കാതെ നടക്കില്ല എന്ന് ബോധ്യമുള്ള ദൈവമക്കൾ പറയണം. ഇതിന്റെ പുറകിൽ ചലിക്കുന്നത് മനുഷ്യന്റെ കരമല്ല. ഗ്ലോറി, ഹല്ലേലൂയ. അപ്പോൾ ഗിലെയാദിലെ രാമോത്തിൽ വെച്ച് നടന്ന യുദ്ധത്തിൽ ആഹാബിന് സംഭവിച്ച രക്തപാതകവും അവന്റെ ഡെഡ് ബോഡി വഹിച്ചിരുന്ന വാഹനമൃഗം കഴുകിയ സ്ഥലത്ത് പ്രവാചകൻ അരുളി ചെയ്തതുപോലെ അവന്റെ രക്തം നായ്ക്കൾ നക്കിയ സംഭവവും ആസൂത്രണം ചെയ്തത് മണ്ണിലല്ല വിണ്ണിലാണ്. കരമുയർത്തി സ്തോത്രം പറഞ്ഞാട്ടെ. രണ്ടാമത്തെ ഒരു പ്രത്യേക സംഭവം തിരുവഴുത്തിലേക്ക് വേഗം ഒന്ന് വന്നാട്ടെ. രണ്ടാമത്തെ തെളിവ് ഞാൻ പറയാം. ദൈവത്തിന് സ്തോത്രം. ദാനിയേൽ പ്രവചനം 4-ാം അധ്യായത്തിന്റെ 30-ാമത്തെ വാക്യം വായിച്ചാട്ടെ. ഇത് ഞാൻ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഭാഗമാണ്, നമ്മളിന്ന് വായിച്ച്. ഇത് ഞാൻ എൻ്റെ ധനമഹാത്മ്യത്തിനായി, എൻ്റെ പ്രതാപമഹത്വത്തിനായി രാജധാനിയായി പണിത മഹതിയാം ബാബിലോൺ അല്ലയോ. വായിച്ചാട്ടെ. ആ ആ ആ ആ ആ ആ ആ ആ ആ ഒന്ന് കരമുയർത്തി സ്തോത്രം പറഞ്ഞേ. ഉപവാസ പ്രാർത്ഥനയുടെ 6-ാം ദിവസം ഈ ധൂമകേതു ഇവിടെ വന്ന് ഇതൊക്കെ പറഞ്ഞ് ഞങ്ങളെ അസ്വസ്ഥതപ്പെടുത്തുന്നെന്ന് നിങ്ങൾ വിചാരിക്കരുത്. നിങ്ങളുടെ ഉള്ളിലോട്ട് കയറണം. ഷുഗർ രോഗിക്ക് ഇഷ്ടം ജിലേബിയാണ്, ആവശ്യം പാവയ്ക്കാ നീരാണ്. ഇന്ന് രാത്രി ഉപവാസ പ്രാർത്ഥനയ്ക്ക് നടുക്ക് നമുക്ക് ആവശ്യം ഈ പാവയ്ക്കാ നീര് തന്നെയാണെന്നാണ് എനിക്കെൻ്റെ ബോധ്യം. ശ്രദ്ധിച്ച് കേൾക്കണേ. ലോകചരിത്രത്തിൻ്റെ ശിരസ്ഥാനത്തിരിക്കുന്ന ബാബിലോൺ സാമ്രാജ്യത്തിൻ്റെ അകിലും പിടിയും കൈകളിൽ വെച്ചിരിക്കുന്ന പുകൾപ്പെട്ട നെബൂഖദ്നേസർ ചക്രവർത്തി യൂഫ്രട്ടീസ് നദിയുടെ കരയിൽ പണിതുയർത്തിയിരിക്കുന്ന അതിമനോഹരവും അമ്പരചുംബിയുമായ ഒരു കനക കൊട്ടാരം, ഒരു തങ്കക്കുട കെട്ടിടം, ദൈവനിർണയപ്രകാരം കൈയേൽപ്പിച്ച ഭരണം സ്വന്തം കഴിവുകൊണ്ട് സ്വന്തമാക്കിയതാണെന്നുള്ള ധാരണയിൽ ഈ കെട്ടിട സമുച്ചയത്തിന് മുകളിൽ ഉലാവിക്കൊണ്ടിരിക്കുമ്പോൾ ശില്പഭംഗിയിൽ കണ്ണുടക്കിയ ഈ അതേ നെബൂഖദ്നേസർ
ആത്മഗതം ചെയ്ത ശബ്ദം സർവശക്തന്റെ മുൻപിൽ മുഴങ്ങിയപ്പോൾ അവിടുന്ന് കൽപ്പിച്ച വിധിയാണ് ഇവൻ കാളയെപ്പോലെ പുല്ല് തിന്നും എന്ന്. ആധുനിക മനഃശാസ്ത്ര വീക്ഷണത്തിൽ അതിഭയങ്കരമായ ഈ വിധത്തിലുള്ളൊരു മാനസിക രോഗമുണ്ട്. സ്തോത്രം. പച്ചപ്പുല്ല് കടിച്ചു പറിച്ച് നിലത്തുകൂടെ മൃഗം പോലെ ഇഴയത്തക്ക വിധത്തിൽ ശാരീരികമായി സംഭവിക്കുന്ന ഒരു ഹാലൂസിനേഷന്റെ ചിന്ത വല്ലാതെ ബ്രെയിനിനെ അഫക്റ്റ് ചെയ്തിട്ട് ഒരു മനോരോഗിയായി ഇയാൾ മാറുകയാണ്. എന്നാൽ ഇതിൻ്റെ കാരണം, ഈ മനോരോഗത്തിൻ്റെ കാരണം എന്താണെന്ന് 17-ാമത്തെ വാക്യം സൂചിപ്പിക്കുന്നു. ഒന്ന് വായിച്ചാട്ടെ, 17-ാമത്തെ വാക്യം വായിച്ചാട്ടെ. 4:17 പെട്ടെന്ന്. അത്യുന്നതനായവൻ മനുഷ്യരുടെ രാജ്യത്വത്തിന്മേൽ വാഴുകയും അതിനെ തനിക്ക് ബോധിച്ചവന് കൊടുക്കുകയും മനുഷ്യരിൽ അധമനായവനെ അതിന്മേൽ വാഴിക്കുകയും ചെയ്യുന്നു എന്ന് ജീവനോടിരിക്കുന്നവർ അറിയേണ്ടതിന്. ഇനി അടുത്ത പ്രയോഗമാണ് അടിവരയിട്ട് ശ്രദ്ധിക്കേണ്ട പ്രയോഗം. ഈ വിധി ദൂതന്മാരുടെ നിർണയവും കാര്യം വിശുദ്ധന്മാരുടെ കൽപ്പനയുമാകുന്നു. എന്താ കാര്യം? ഇവനെ കാളയെ പോലെ പുല്ല് തീറ്റത്തക്ക വിധത്തിൽ ഒരു സദസ് ചർച്ച ചെയ്ത് തീരുമാനിച്ചെടുത്ത ഡിസിഷനാണ്. ഉയരത്തിലെ ജുഡീഷ്യറി ചർച്ച ചെയ്ത് തീരുമാനിച്ചതാണ് ഇവനെ നാൽക്കാലിയാക്കി പുല്ല് തീറ്റുമെന്ന്. അങ്ങനെയാണെങ്കിൽ ഒരുത്തൻ മുറിവേറ്റ് അവന്റെ രക്തം നായ്ക്കൾ നക്കും എന്ന് മുകളിൽ എടുത്ത ഡിസിഷനാണ്. അത് ഭൂമിയിൽ നടപടിയിലേക്ക് വരികയാണ്. ഒരുത്തൻ അവന്റെ കെട്ടിട സമുച്ചയത്തിൽ ആസ്വദിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവനെ കാളയെപ്പോലെ പുല്ല് തീറ്റും എന്നതും മുകളിൽ എടുത്ത തീരുമാനമാണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് സംഭവിക്കുന്ന കുതിപ്പായാലും കിതപ്പായാലും ഉയർച്ചയായാലും തളർച്ചയായാലും പുരോഗതിയായാലും അധോഗതിയായാലും അപകടമായാലും കരുതലായാലും മുകളിലത്തെ ഡിസിഷന്റെ വെളിച്ചത്തിലാണ് ഇവിടെ നടക്കുന്നതെങ്കിൽ എൻ്റെ ദൈവം അനുവദിക്കാതെ എനിക്കൊന്നും സംഭവിക്കില്ല എന്ന ബോധ്യം അകത്ത് ഭരിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി ഇരിക്കുന്ന ഇരിപ്പിൽ കണ്ണുയർത്തി ചോദിക്കേണ്ട ചോദ്യം, ഞാൻ ഇന്ന് ഭൂമിയിൽ കഴിയുന്ന സ്റ്റെപ്പുകൾക്ക് പുറകിൽ എൻ്റെ ദൈവത്തിൻ്റെ തീരുമാനം നടപ്പിൽ വരുത്തുന്നെങ്കിൽ അതെനിക്ക് അവിടുത്തോടുള്ള ഇടപാടിൽ ക്രമീകരിക്കേണ്ടതുണ്ട്. ഇവിടെയാണ് നിങ്ങൾ ബാലശിക്ഷയെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത്. ബാലശിക്ഷ, സ്തോത്രം. ആ ബാലശിക്ഷ അനുവദിക്കപ്പെടുമ്പോൾ ദൈവസിംഹാസനത്തിന് മുൻപിൽ ഒരു ആർഗ്യുമെന്റ് നടക്കുന്നുണ്ട്. നിങ്ങൾക്ക് ജാഗ്രതയില്ലെങ്കിലും പിശാചിന് നല്ല ജാഗ്രതയാണ്. ഈ പ്രസംഗം ഞാനിവിടെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളെക്കാട്ടിൽ ശക്തമായി പിശാച് ശ്രദ്ധിക്കുന്നുണ്ട്. സ്തോത്രം. ഓർക്കുക, സാത്താൻ അവൻ്റെ ജ്വലിക്കുന്ന ദൃഷ്ടികൾ സഭയ്ക്കകത്തേക്ക് പായിക്കുമ്പോൾ രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട കൃപയിൽ നിൽക്കുന്ന ഒരു ദൈവ പൈതൽ ചെയ്യുന്ന തെറ്റ് അവൻ്റെ മുൻപിൽ പട്ട പകൽ പോലെ ബോധ്യമായാൽ അവൻ വസ്തുതയ്ക്ക് ന്യായം ബോധിപ്പിക്കേണ്ടതിന് ദൈവസിംഹാസനത്തിന് മുൻപിൽ ഇയ്യോബിന്റെ പുസ്തകത്തിന് ആദ്യത്തെ പേജുകളിൽ എഴുതിയിരിക്കുന്ന പ്രമായം പോലെ പറന്നു ചെല്ലും. അവൻ പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇതാ, ആ ചർച്ചിൽ ഇന്നയാൾ ഇരിക്കുന്നത് കണ്ടില്ലേ? മനസാക്ഷി തഴമ്പിച്ചു പോയിട്ടിരിക്കുകയാണ്. അയാൾ ചെയ്ത സാമ്പത്തിക ഇടപാടുകൾ അറിയാമോ? അവിശ്വസ്തതയാണ്. അയാളുടെ ജീവിതത്തിൽ സംഭവിച്ച സെക്ഷുവൽ ഇമോറാലിറ്റികൾ അറിയാമോ? കുടുംബജീവിതത്തിന്റെ ധാർമ്മികതയുടെ അടിത്തറ തകർന്ന് പച്ച മ്ലേച്ഛത ചെയ്തിട്ടാണ് അയാൾ ഭക്തനായി വസ്ത്രം ധരിച്ചതിനകത്തിരിക്കുന്നത്. ദൈവസിംഹാസനത്തിന് മുൻപിൽ ഈ വാദഗതി ഉയരുമ്പോൾ ഇതിന്റെ പരിണിത ഫലം 2025 ആദ്യ ദിവസങ്ങൾ തന്നെ അവന് മേൽ ശിക്ഷയായി അനുവദിക്കണം. അധിക നാൾ അവൻ ശുശ്രൂഷയിൽ തുടരരുത്. അങ്ങ് നീതിമാനാണെങ്കിൽ മരണം കൊണ്ട് സമയം വെട്ടിമാറ്റണം. നിങ്ങൾ ഇന്ന് രാത്രി ഇത് ശ്രദ്ധിച്ചു കേൾക്കണം. അനുവദിക്കപ്പെട്ടിരിക്കുന്ന സമയം ആയുസിൽ വെട്ടിക്കുറച്ച് വാഗ്ദത്ത നിവർത്തിയിലെത്താതെ ഇയാളിന്റെ ഭൂമിയിലെ വാസം ദൈവനിർണയത്തിന് മുൻപ് അവസാനിപ്പിക്കത്തക്ക വിധത്തിൽ ഓരോ തെറ്റിന്റെയും ശിക്ഷ ദൈവത്തിന്റെ കോടതിക്ക് മുൻപിൽ സാത്താൻ നീതിമാനായ ദൈവത്തോട് വാദിക്കുമ്പോൾ മറുവശത്ത് ദൈവത്തിന്റെ സ്നേഹത്തിന്റെ സംവാദമുണ്ട്. അവൻ തീയിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ട ഒരു കൊള്ളിയല്ലയോ?
എന്റെ പുത്രന്റെ രക്തം അവൾക്ക് വേണ്ടിയല്ലേ ഊറ്റിയത്? നിത്യവിനാശത്തിലേക്ക് അവനെ കൈവിടാൻ എന്നെ കൊണ്ട് സാധ്യമല്ല. അതിനാൽ മടക്കി വരുത്തിയേ പറ്റൂ. അതുകൊണ്ട് ആ ദൈവദാസൻ ശുശ്രൂഷിക്കുന്ന കർത്തൃദാസന്റെ തലച്ചോറിനകത്ത് ഒരു ചിന്ത കൊടുക്കാം. 21 ദിവസം സഭയിൽ ഉപവാസം നടക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. ഉപവാസം നടന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ സഹോദരൻ യോഗത്തിനെത്തുമ്പോൾ ഒരു ദൈവദാസൻ ആ പാപത്തിനെതിരെ ശക്തമായ മുന്നറിയിപ്പ് നൽകുന്നു. സഹോദരനോട് കോപിക്കുന്നവനെല്ലാം കുലപാതകനാകുന്നു. മോഹത്തോടുകൂടെ സ്ത്രീയെ നോക്കുന്നവനെല്ലാം വ്യഭിചാരം ചെയ്ത് കഴിഞ്ഞു എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. നിന്റെ കണ്ണ് നിനക്കിടർച്ച വരുത്തുന്നുവെങ്കിൽ അതിനെ ചുഴന്നെടുത്തെറിഞ്ഞു കളക. 2 കണ്ണുള്ളവനായി നരകത്തിൽ വീഴുന്നതിനേക്കാൾ ഒറ്റ കണ്ണനായി ജീവനിൽ കടക്കുന്നത് നിനക്ക് നല്ലത്. ശക്തമായ പ്രസംഗം നടക്കുമ്പോഴും കരിങ്കല്ല് പോലെ ഇവൻ സഭയ്ക്കകത്തിരിക്കുക. സാത്താൻ വേഗം വീണ്ടും ദൈവസന്നിധിയിൽ സിംഹാസനത്തിന് ആലോചനാശാസ്ത്രത്തുന്നു. കണ്ടില്ലേ? പ്രസംഗം നടന്നു, ഏറ്റിട്ടില്ല, അനുതാപമില്ല. അടുത്തതായി ബയോപ്സി റിപ്പോർട്ട്, ക്യാൻസർ, ആക്സിഡന്റ്, അനുതപിക്കാൻ അവസരം. നിങ്ങൾ ഇന്ന് രാത്രി ഞാൻ ഈ പറയുന്നതിന്റെ ഗൗരവം തിരിച്ചറിയണം. കേരളത്തിൽ പെന്തക്കോസ്ത് പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച ഭക്തന്മാരിൽ ശക്തനായ ഒരു കർത്തൃദാസന് 74-ാമത്തെ വയസ്സിൽ അതികഠിനമായ വലിവ് എന്ന് പറഞ്ഞ പ്രയാസമുണ്ടായപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു സദസ്സിൽ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകൻ പറഞ്ഞ വാക്ക് ഓർപ്പിച്ചു. തൻ്റെ സഹപ്രവർത്തകനായി പ്രസംഗം ഏറ്റുപറഞ്ഞുകൊണ്ടിരുന്ന ഒരു ദൈവഭൃത്യൻ ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കസേരയിലെടുത്ത് തുറസായ സ്ഥലത്ത് അന്നത്തെ പരിമിത സൗകര്യത്തിൽ ഇരുത്തിയിട്ട് ശ്വാസത്തിന് വേണ്ടി ഇങ്ങനെ വലിച്ചു പെടയുന്ന സമയം മുൻപിൽ നിൽക്കുന്ന ദൈവദാസൻ തൻ്റെ സ്നേഹിതൻ്റെ, തൻ്റെ ഗുരുവിൻ്റെ ഈ ബലഹീനത കണ്ട് പൊട്ടിക്കരഞ്ഞപ്പോൾ തിരിച്ച ഭക്തരായ ദൈവവൃത്തൻ പറഞ്ഞ വാക്ക് കേൾക്കണോ? എന്തിനാ കുഞ്ഞെ കരയെന്നേ? ഞാൻ ദൂതനല്ല, മനുഷ്യനാണ്. ഒരുപാട് ബലഹീനതകൾ സംഭവിച്ചിട്ടുണ്ട്. ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ, പിറക്കി ശ്വാസം വലിക്കുക, കർത്താവിനെ കാണുകയില്ലെന്നാണല്ലോ ഈ ദൂത് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറയട്ടെ, ചങ്കിൽ ചാട്ടുളി പോലെ കുത്തിക്കയറത്തക്ക വിധം കനത്ത ദൂതുകൾ ദൈവാത്മാവ് നൽകുമ്പോഴും മനസാക്ഷി മരവിച്ച നിലയിൽ പ്രതികരിക്കാൻ കഴിയാതെ അനുതാപം കൈവിട്ടുപോയ ഒരു തലമുറയ്ക്ക് നടുവിൽ ഞാനും നിങ്ങളും എത്തി നിൽക്കുമ്പോൾ ഇന്ന് രാത്രി മീറ്റിംഗ് കഴിഞ്ഞ് നിങ്ങൾ എഴുന്നേൽക്കുന്നതിന് മുൻപ് എൻ്റെ മേൽ ദൈവത്തിൻ്റെ ശിക്ഷാക്രമങ്ങൾ വരാതിരിക്കാൻ എൻ്റെ ദൈവം അയച്ച ദൂതൻ്റെ ശബ്ദം മുഴങ്ങുകയാണ്. എന്നെ കഴുകാൻ തരുന്ന കർത്താവേ എന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ എത്ര പേരിവിടെയുണ്ട്? ദൈവസ്ഥാനം നിലവിളിച്ച് കരയുന്ന രാത്രിയായി രാത്രി തീരട്ടെ. രക്തത്താൽ ജയം, രക്തത്താൽ ജയം, രക്തത്താൽ ജയം. ദൈവത്തിൻ്റെ ദൂതന്മാർ യോഗത്തിൽ പറന്നിറങ്ങുന്ന രാത്രിയാണ്. ആ ഇരുട്ടിൻ്റെ ശക്തികൾക്കെതിരെ കനത്ത യുദ്ധം നടത്തുകയാണ്. നിന്റെ മേൽ വ്യാപരിക്കുന്ന ദൈവകൃപയ്ക്കെതിരെ വാദഗതികൾ ഉയരുകയാണ്. നിന്റെ മേൽ വരേണ്ടതിന് ശിക്ഷാക്രമങ്ങൾ നിന്റെ കുടുംബത്തിന്മേൽ നടത്തിയെടുക്കേണ്ടതിന് സാത്താൻ അവകാശവാദം ചെയ്ത് ഇന്ന് രാത്രിയും വാദിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ ശുശ്രൂഷയ്ക്ക് നടുവിൽ വ്യാപരിക്കുന്ന ദൈവശക്തിയാൽ ആ കെട്ടഴിയണമെങ്കിൽ ഇരിക്കുന്ന ഇരിപ്പിൽ കരയാൻ തയ്യാറാകണം. എന്നെ കഴുകണേ കർത്താവേ. ശബ്ദമുയരട്ടെ. ഇവിടെ ഇരിക്കുന്ന സകല ദൈവമക്കളും ആത്മാവിൽ പ്രാർത്ഥിച്ചു തുടങ്ങിക്കാട്ടെ. എൻ്റെ മേൽ വർത്തമാനകാല ശിക്ഷാവിധി വരാതിരിക്കത്തക്ക വിധം ശബ്ദമുയർത്തി, 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 ശബ്ദമുയർത്തി ആത്മാവിൽ പ്രാർത്ഥിച്ചു തുടങ്ങിക്കാട്ടെ. അടുത്ത 10-20 മിനിറ്റിനുള്ളിൽ ഞാൻ ഈ പ്രസംഗം അവസാനിപ്പിക്കും. എന്നാൽ ഇന്ന് രാത്രി കടന്നു വന്നിരിക്കുന്ന ദൈവമക്കൾ ആത്മാർത്ഥമായ പ്രാർത്ഥന ഉയരണം. പ്രസംഗം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ എൻ്റെ ദൈവത്തിൻ്റെ കരം ചലിക്കുന്നത് യാഥാർത്ഥ്യമായ ആത്മാവിൽ കാണുക. ഏദൻ പറുദീസയിൽ ആദിമ മാതാപിതാക്കൾ പാപം ചെയ്തപ്പോൾ കരുണ കൂടാതെ വലിച്ചെറിഞ്ഞ് ഇരുട്ടിൻ്റെ ദൂതന്മാരായി ആ ദൂതസംഘത്തെ വലിച്ചെറിഞ്ഞവൻ ഏദന് പുറത്തവരെ വെട്ടിയെറിഞ്ഞ ദൈവത്തിന് സ്തോത്രം. അത് കരമാണ് നമ്മുടെ നടുവിൽ ഉയർന്നു നിൽക്കുന്ന കരമെങ്കിൽ സൊദോം ഗൊമോറ നിവാസികൾ പാപം ചെയ്തപ്പോൾ അഗ്നിഗന്ധകങ്ങളെ ഇറക്കി തീക്കടലാക്കി ഒരു പ്രദേശത്തെ ന്യായം വിധിച്ച ദൈവമാണ് നാം സേവിക്കുന്ന ദൈവമെങ്കിൽ നോഹയ്യ തലമുറ പാപം ചെയ്തപ്പോൾ
8 പേരെ പെട്ടകത്തിലാക്കിക്കൊണ്ട് ബാക്കി മുച്ചൂട് മുടിക്കത്തക്ക വിധത്തിൽ ദൈവത്തിന്റെ കരം പ്രതികൂലമായി ഉയർന്നത് യാഥാർത്ഥ്യമാണെങ്കിൽ, ഭക്തനായ ദാവീദ് ജനത്തെ എണ്ണിയപ്പോൾ അതിന് മുൻപിൽ ദൈവത്തിന്റെ ശിക്ഷാക്രമം അതിന് നേരെ ഉയർന്നത് സത്യമാണെങ്കിൽ, ബേത്ശേബയോട് പുളിച്ച കാൽവയ്പ് നടത്തിയ ദാവീദിന്റെ പാപത്തിന് അവന്റെ തലമുറയുടെ മേൽ പോലും ശിക്ഷാക്രമങ്ങൾ അനുവദിച്ച ദൈവമാണ് നാം ആരാധിക്കുന്ന ദൈവമെങ്കിൽ, ഇന്ന് രാത്രി ഓർക്കുക, ദേവാലയത്തിൽ ധൂപം കാട്ടിക്കൊണ്ടിരിക്കുമ്പോൾ കോപിച്ച ഉസിയാവിന്റെ നെറ്റിയിൽ കുഷ്ഠം പൊങ്ങിയത് യാഥാർത്ഥ്യമാണെങ്കിൽ, സ്വന്തം സഹോദരനെതിരെ പിറുപിറുത്ത മിരിയാം അത് ജീവനാന്ത കുഷ്ഠരോഗിയായി ബാധിച്ചത് യാഥാർത്ഥ്യമാണെങ്കിൽ, പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി വചനം കേൾക്കുന്ന ദൈവമക്കളുടെ ആത്മാവിൽ പറയുന്നു, ഭക്തനെങ്കിലും അത് ജീവിതയാത്രയുടെ 40 വർഷം ഇസ്രായേലിനെ ഒരു പെറ്റമ്മയെ പോലെ ചുമന്നവനെങ്കിലും ഹോരേബിൽ വെച്ച് ദൈവത്തിന്റെ വചനത്തിന്റെ വ്യവസ്ഥ ഏറ്റുവാങ്ങിയ ആ ദൈവദാസൻ ഒന്ന് കോപിച്ച് പൊട്ടിത്തെറിച്ച് പാറയോട് കൽപ്പിക്കേണ്ട സ്ഥാനത്ത് അടിച്ചപ്പോൾ അവന്റെ വാഗ്ദത്ത ദേശത്തേക്കുള്ള പ്രവേശനത്തെ എൻ്റെ ദൈവം റദ്ദാക്കിയത് സത്യമാണെങ്കിൽ, അനന്യ സഭീറമാരുടെ പാപത്തിന് ബാല്യക്കാരെ കൊണ്ട് ശവക്കുഴി വെട്ടിച്ച ദൈവമാണ് ഇന്ന് രാത്രി നാം ആരാധിക്കുന്ന ദൈവമെങ്കിൽ, പ്രാർത്ഥിക്കുന്ന ദൈവവൈതലേ, ഉപവാസത്തിൻ്റെയും പ്രാർത്ഥനയുടെയും മുൻപിൽ അനുതാപം ഉയർന്നില്ലെങ്കിൽ അതിൻ്റെ പരിണിത ഫലം അപകടമാണ്. ഈ രാത്രി ഇരിക്കുന്ന ഇരിപ്പിൽ ആ ശബ്ദം ഉയർത്തി വാ തുറന്ന് പറ, ഈ ശുശ്രൂഷയ്ക്ക് നടുവിൽ എൻ്റെ മേൽ സംഭവിക്കേണ്ട അനർത്ഥങ്ങൾ വഴിമാറേണ്ടതിന് ഞാൻ അനുതപിച്ച് കരയുന്ന രാത്രിയാണ്. പ്രാർത്ഥന ഉയരട്ടെ, ശബ്ദം ഉയർത്തി എല്ലാ ദൈവമക്കളും ആത്മാവിൽ പ്രാർത്ഥിച്ചു തുടങ്ങിക്കാട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ജയം, യേശുവിൻ്റെ നാമത്തിൽ ജയം. എല്ലാവരും ആത്മാവിൽ പ്രാർത്ഥിച്ചു തുടങ്ങിക്കേ. ദൈവത്തിന് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ചില വ്യക്തികളെ ആഴത്തിൽ രൂപാന്തരപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ ജയം, യേശുവിൻ്റെ നാമത്തിൽ ജയം. അദൃശ്യമായൊരു ശക്തിവിശേഷം ചില വ്യക്തികളുടെ ജീവിതത്തിൻ്റെ പുറകിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ വാഗ്ദത്തത്തെ ഇല്ലാതാക്കി കളയത്തക്ക വിധം നിങ്ങൾക്കെതിരെ പോരാടി നിൽക്കുമ്പോൾ, ഇന്ന് രാത്രി അനുതാപത്തിൻ്റെ കണ്ണുനീരിന് മുൻപിൽ ചില അനർത്ഥങ്ങളെ വഴിമാറ്റേണ്ടതിന് എൻ്റെ ദൈവത്തിൻ്റെ കരം ചലിക്കാൻ തുടങ്ങുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ജയം. കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിൻ്റെ ദാനമായൊരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ട്. ഉരിവാനല്ല മർത്യമായത് ജീവനാൽ നീങ്ങിപ്പോകേണ്ടതിന് മീതെ ഉടുപ്പ് അനിച്ഛയ്ക്കയാൽ ഈ കൂടാരത്തിലിരിക്കുന്ന ഇടത്തോളം ഞങ്ങൾ ഭാരപ്പെട്ടു ഞരങ്ങുന്നു. അതിനായി ഞങ്ങളെ ഒരുക്കിയത് ആത്മാവിനെ അച്ചാരമായി തന്ന ദൈവം തന്നെ. അവനവന് ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപാകെ വെളിപ്പെടേണ്ടതാകുന്നു. ആകയാൽ കർത്താവിനെ ഭയപ്പെടണമെന്നറിഞ്ഞിട്ട് ഞങ്ങൾ മനുഷ്യരെ സമ്മതിപ്പിക്കുന്നു. പൗലോസ് പറയുകയാണ്, ജനത്തെ സുഖിപ്പിക്കണമെന്നറിഞ്ഞിട്ട് എന്തെങ്കിലും വിളിച്ചു പറയുകയെന്നല്ല, ആകയാൽ കർത്താവിനെ ഭയപ്പെടണം, അവന്റെ ഉഗ്ര കോപത്തെ ഭയപ്പെടണം. ഇരിക്കുന്ന ഇരിപ്പിലെ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, കർത്താവേ, നിന്റെ ഉഗ്ര കോപത്തിന്റെ മുൻപിൽ ഞങ്ങൾ ബലഹീനരാ. ഇന്ന് രാത്രി മീറ്റിംഗ് കഴിഞ്ഞ് എഴുന്നേൽക്കുന്നതിന് മുൻപ് ഒരു അനുതാപത്തിന്റെ നിലവിളി ഉയരത്തക്ക വിധം പറഞ്ഞേ, ശബ്ദമുയരട്ടെ. ഗ്ലോറി, ഹല്ലേലൂയ. ശബ്ദമുയരട്ടെ. കർത്താവേ, അർഹിക്കുന്ന അവസ്ഥയിൽ കരഞ്ഞു നിലവിളിപ്പാൻ കൃപ ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ എത്ര പേരിവിടെയുണ്ട്? ശക്തമായി പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. യേശുവിന്റെ നാമത്തിൽ അതിലേക്ക് ചില കണ്ണുകളെ ദൈവാത്മാവ് രാത്രി തുറക്കട്ടെ. ഗ്ലോറി, ഹല്ലേലൂയ. ഞാൻ ഇന്ന് രാത്രി പറയട്ടെ, ഞാൻ ഈ പറഞ്ഞതിനോടുള്ള ബന്ധത്തിൽ ഞാൻ നിങ്ങളെ ഓർപ്പിക്കാം. ദൈവവചനത്തെ ഗൗരവമായി എടുക്കുന്ന എത്ര പേർ ഇന്നത്തെ തലമുറയിലുണ്ട്? ആ വേദപുസ്തകം ഒന്ന് കരങ്ങൾ ഉയർത്തിപ്പിടിച്ചെന്ന് സ്വതന്ത്രം ചെയ്തേ. എന്നിട്ട് നിങ്ങളെല്ലാവരും ആ വലത് കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ചേ. ഞാൻ പറയുന്നൊരു വാക്യം ആത്മപരിശോധനയോടെ പറഞ്ഞിട്ട് സ്വയം ഒന്ന് വിലയിരുത്തണം. മനുഷ്യർ പറയുന്ന, ഒന്ന് പറഞ്ഞേ, ഏതു നിസ്സാര വാക്കിനും ന്യായവിധി ദിവസത്തിങ്കൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. ഈ വാക്യം യഥാർത്ഥത്തിൽ വിശ്വസിക്കുന്ന എത്ര പേര് ഇവിടെയുണ്ട്? ചിലരുടെ ഇരിപ്പ് കണ്ടാൽ കാഹളം ധ്വനിച്ചാൽ ഇപ്പൊ പോകാൻ തയ്യാറായിരിക്കുകയാണ്. ഒരു കുഴപ്പവും പറ്റിയിട്ടുള്ളത് മട്ടില്ല. ഒരു ഭക്തൻ ഒരിക്കൽ പറഞ്ഞു, കർത്താവേ, ഇതുവരെയുള്ള ഒരു പാപങ്ങളും എൻ്റെ മേൽ പരിഗണിക്കപ്പെട്ടില്ലെങ്കിലും ഞാൻ ഇപ്പോൾ പ്രാർത്ഥിച്ച പൊതുപ്രാർത്ഥനയിലെ വാചകങ്ങളിലെ സ്വയം എന്ന പാപം മാത്രം മതി എന്നെ നരകയോഗ്യനാക്കാൻ. ശരിയല്ലേ?
ഇതുവരെയുള്ള ഒരു പാപങ്ങളും എൻ്റെ മേൽ പരിഗണിക്കപ്പെട്ടില്ലെങ്കിലും ഞാൻ ഇപ്പോൾ പ്രാർത്ഥിച്ച പൊതു പ്രാർത്ഥനയിലെ സ്വയം എന്ന ഒറ്റ വിഷയം മതി എന്നെ നരകയോഗ്യനാക്കാൻ. ഞാൻ ഇന്ന് രാത്രി ചോദിക്കുന്നു, സർവശക്തന്റെ ക്യാമറ കണ്ണുകൾക്ക് മുൻപിൽ വർത്തമാനകാല വിധി യാഥാർത്ഥ്യമെങ്കിൽ ദൈവവചനത്തിലേക്ക് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കി. സ്വന്തം സഹോദരന്റെ വസ്ത്രം മാറി ധരിച്ച് ആൾമാറാട്ടം നടത്തി അപ്പനെ കളിപ്പിച്ച് അനുഗ്രഹം തട്ടിയെടുത്ത് തറയിൽ നിൽക്കാതെ ഓടിയ വ്യക്തിയാണ് യാക്കോബ്. എന്നാൽ ചെന്ന് കയറിയ വീട്ടിൽ 7 വർഷത്തെ സേവ കഴിഞ്ഞപ്പോൾ ഇരുട്ടിന്റെ മറവിൽ കയ്യിൽ കിട്ടിയ ജീവിത പങ്കാളി പച്ചയ്ക്ക് കബളിപ്പിക്കപ്പെട്ട് കിട്ടിയതാണ് എന്നോർത്ത് പരിതപിക്കേണ്ട കാര്യമില്ല. അപ്പനെ കളിപ്പിച്ചതിൻ്റെ തിരിച്ചളവ് വീട്ടിൽ അനുഭവിക്കുകയാണ്. സ്തോത്രം. കണ്ണ് കാണാൻ വയ്യാത്ത അപ്പനെയാണ് അന്ന് കളിപ്പിച്ചതെങ്കിൽ ചില വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ 2 ഭാര്യമാർക്കുണ്ടായ മക്കളിൽ ഒരു ഗ്രൂപ്പ് വനത്തിൽ നിന്നൊരു പൊതിക്കെട്ടുമായിട്ട് കയറി വന്നിട്ട്, അപ്പ ഇത് അപ്പയുടെ ഇളയ വാത്സല്യ പുത്രൻ്റെതാണോ എന്ന് നോക്ക് എന്ന് പറഞ്ഞ് അങ്ങോട്ട് കൊടുത്തപ്പോൾ പൊതിക്കെട്ടടിച്ച് രക്തക്കറ പിടിച്ച മകൻ്റെ വാത്സല്യപുത്രൻ്റെ അങ്കി കണ്ടപ്പോൾ ഈ അപ്പൻ ഇടനെഞ്ച് പൊട്ടിക്കരഞ്ഞിട്ട്, നിങ്ങളെൻ്റെ നരയെ ദുഃഖത്തോടെ പാതാളത്തിലേക്ക് ഇറക്കുമാറാക്കും എന്ന് പറഞ്ഞ് നിലവിളിക്കുമ്പോൾ, ഈ കബളിപ്പിക്കലിൻ്റെ കാരണം നീ വിതച്ചത് നീ കൊയ്യുക. കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാമോ? അപ്പ പിതാവ് ശാലേം സമാധാനം, അബ്ശാലോം അപ്പന് സമാധാനം. പക്ഷേ ഇവൻ്റെ കുഞ്ഞിക്കാല് കണ്ടതിന് ശേഷം ഈ അപ്പൻ സമാധാനം കണ്ടിട്ടില്ല. സ്തോത്രം. ഒടുവിൽ ദൈവത്തിൻ്റെ കരം വിഷയത്തിന്മേൽ ഉയർന്നു കഴിഞ്ഞപ്പോൾ അപ്പനെതിരെ ആക്രമണ സംവിധാനങ്ങൾ കൈകാര്യം ചെയ്ത അബ്ശാലോമിൻ്റെ വാഹന മൃഗത്തെ ദൈവം ആരാച്ചാരാക്കി മാറ്റി. അവൻ്റെ അഭിമാനമായ തലമുടിയെ ദൈവം തൂക്കുകയറാക്കി മാറ്റി. അവൻ്റെ മുൻപിൽ ഉയർന്നു നിൽക്കുന്ന കരിവേലകത്തെ ദൈവം കഴുകുമരമാക്കി മാറ്റി. എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം, ഇവൻ്റെ മരണം അതുകൊണ്ട് സംഭവിച്ചില്ല. ഇവനെ കൊല്ലാൻ 10 ബാല്യക്കാർ ചുറ്റും നിന്ന് അടിച്ചു കൊല്ലുകയാണ്. ഓരോ അടിയും ഏൽക്കുമ്പോൾ 10 ബാല്യക്കാരുടെ തലമുടിയിൽ തൂങ്ങിക്കിടക്കുന്ന അബ്ശാലോമിൻ്റെ മേലുള്ള അടിക്ക് കാരണം എന്താ? അപ്പൻ്റെ 10 ഭാര്യമാരെ കൊട്ടാരത്തിനകത്ത് പരസ്യമായി മലിനപ്പെടുത്തിയതിൻ്റെ ശിക്ഷ തിരിച്ചനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഈ ദൂത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഗൗരവത്തോടെ ശ്രദ്ധിക്കണം. കൊട്ടാരത്തിനകത്ത് ഒരു കർത്തൃദാസൻ പാട്ടുപാടാൻ കയറി ചെല്ലുന്നു. ആ സമയം ശൗൽ കുന്തമെടുത്തിട്ട് അവൻ്റെ ചങ്കിന് നേരെ ചാണ്ടുന്നു. അഭിഷിക്തനകത്തങ്ങ് ഒഴിഞ്ഞു മാറുന്നു. പക്ഷേ ഈ ശിക്ഷാക്രമം തീർന്നെങ്ങനെയെന്നറിയാമോ? മരിച്ചിട്ടും തീർന്നില്ല. എന്നെ ചിന്തിപ്പിച്ച കാര്യം പറയാം. ഡെഡ് ബോഡി വീണിട്ട് തീർന്നില്ലത്. ആത്മഹത്യ ചെയ്തത് സ്വന്തം വാളിന്മേൽ വീണാണ്. ഉദരം പിളർന്ന് കയറി തൻ്റെ മക്കളും താനും ഒരുമിച്ച് ഗിൽബോവ പർവ്വതത്തിൽ അസ്തമിക്കുമ്പോൾ കഴുത്തൊരാൾ വെട്ടിക്കൊണ്ടുപോയി മറ്റൊരിടത്തായിരുന്നു. എന്നാൽ രാത്രിയിൽ ബേത്ശേമ്യർ ഈ വിവരം അറിഞ്ഞു. അവർ നടന്നു വന്ന് ഈ തുളച്ചു കയറിയ ഭാഗത്തോടൊപ്പം ഈ ബോഡി പൊക്കിക്കൊണ്ടുപോയി അവരുടെ ക്ഷേത്രത്തിന്റെ ചുവരിൽ ശൗലിന്റെ ഡെഡ് ബോഡി തൂക്കി നിർത്തി. ഒരു ക്ഷേത്രത്തിന്റെ ചുവർപ്പടിയിൽ ഒരു തലയില്ലാത്ത ബോഡി തൂങ്ങി നിൽക്കുമ്പോൾ ഉദരം തുളർന്ന് കയറിയ ആയുധവുമായി ചേർത്ത് പഠിക്കുമ്പോൾ വർഷങ്ങൾക്ക് പുറകിൽ 40-35 കൊല്ലങ്ങൾക്ക് പുറകിൽ കൊട്ടാരത്തിൽ പാട്ടുപാടാൻ ചെന്ന ദാവീദിനെ ഭിത്തിയോട് ചേർത്ത് വെച്ച് കുത്തിക്കളയാൻ പ്ലാൻ ചെയ്ത തയ്യാറെടുപ്പിന്റെ ശിക്ഷാക്രമം മരണത്തിന് ശേഷം നീണ്ട ആ ബോഡിയിൽ ക്രിയ നടത്തി. ദൈവത്തിന് ശിക്ഷാക്രമം വർത്തമാനകാലത്തുണ്ടോ? അബിമേലേക്ക് യെരുബ്ബാലിന്റെ 70 മക്കളെ ഒരു കല്ലിന്മേൽ വെച്ച് കൊന്നു. കൊല്ലാൻ ഉപയോഗിച്ചത് കല്ലാണ്. അതിന്മേൽ വാൾ കൊണ്ട് വെട്ടിക്കൊല്ലുകയായിരുന്നു. എന്നാൽ അതേ യോഥാം ഒഴിഞ്ഞുപോയി. 70-ൽ ഏതാണ്ട് 69 മരണം നടന്നുള്ളൂ. വർഷങ്ങൾ കഴിഞ്ഞു. ഒരു മില്ലോയോട് ചേർന്ന് മതിൽക്കെട്ടിനോട് ചേർന്ന് യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു സ്ത്രീ ഒരു തിരികല്ലിൻ പിള്ളയെടുത്ത് താഴേക്കിട്ടു. അത് ഇയാളുടെ തലയോട് തകർത്തു. ചോരയിൽ കുളിച്ച് നിലത്ത് വീണപ്പോൾ ഇദ്ദേഹം പറയുകയാണ്, ഒരു സ്ത്രീ എന്നെ കൊന്നു എന്ന് വരാതിരിക്കേണ്ടതിന് നീ നിന്റെ വാൾ ഊരി എന്നെ കൊല്ലുക.
എന്തുകൊണ്ടാണ് കല്ലും വാളും ഇദ്ദേഹത്തിൻ്റെ മരണത്തിന് കാരണമായത്? വർഷങ്ങൾക്ക് പുറകിൽ നിരപരാധികളുടെ മരണത്തിന് നീ കല്ലും വാളും ഉപയോഗിച്ചു. വർഷങ്ങൾക്ക് ശേഷം ഈ കല്ലും വാളും നിന്നിലേക്ക് തന്നെ തിരിയുകയാണ്. ഇന്ന് രാത്രി ഇരിക്കുന്ന ദൈവമക്കളൊന്ന് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് എൻ്റെ ദൈവമേ, എന്ത് വിതച്ചാലും അത് കൊയ്യത്തക്ക വിധം ഒരു കരം ഇതിൻ്റെ പുറകിൽ ചലിക്കുന്നു എന്ന് ഞാൻ ഭയത്തോടെ കാണുന്നു. ഇന്ന് രാത്രി എൻ്റെ ജീവിതത്തെ കഴുകാനുള്ള കൃപ എനിക്ക് തരണേ. ഈ കടക്കണ്ണുനീരിന് മുൻപിൽ, നിലവിളിക്ക് മുൻപിൽ എന്നെ കഴുകണേ എന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ ശബ്ദമുയരട്ടെ. രക്തത്താൽ ജയം. നമുക്കറിയാം, 900 ഇരുമ്പ് രഥങ്ങൾ തയ്യാറാക്കിക്കൊണ്ടാണ് സീസർ ഇസ്രായേലിനെതിരെ പദ്ധതികൾ ആസൂത്രണം ചെയ്തത്. അവൻ തയ്യാറാക്കിയ ആയുധങ്ങൾ ഇരുമ്പായുധങ്ങളായിരുന്നു. പക്ഷേ അവൻ കാൽനടയായി ഓടിച്ചെന്ന് ഒരു കൂടാരത്തിനകത്ത് വെള്ളം ചോദിച്ചപ്പോൾ ഒരു സ്ത്രീ പാൽ കൊടുത്ത് പരവതാനിക്ക് കീഴിൽ അവനെ ഉറക്കിയതിന് ശേഷം കൂടാരത്തിൻ്റെ ഇരുമ്പ് കുറ്റി ഇവൻ്റെ ചെന്നിയിൽ തല്ലിക്കയറ്റുമ്പോൾ അവൻ ഒരുക്കിയത് ഇരുമ്പ് രഥമാണെങ്കിൽ തിരിച്ചവന് കാരണം അവൻ്റെ ചെന്നി തകർത്ത ഇരുമ്പ് കുറ്റിയായിരുന്നു. ശിംശോന്റെ പാപം ഏത് അവയവത്തിൽ തുടങ്ങിയതാണ്? ഹലോ, കണ്ണിൽ തുടങ്ങിയതല്ലേ? കണ്ണിൽ തുടങ്ങിയതാണ് ശിംശോന്റെ വ്യഭിചാരം. എന്നാൽ ഒടുവിൽ അവന് നഷ്ടപ്പെട്ട അവയവം ഏതായിരുന്നു? എന്നെ വിറപ്പിക്കുന്ന കാലമച്ചൻ പറഞ്ഞൊരു ചിന്തയുണ്ട്. സ്വകാര്യ സംഭാഷണത്തിൽ ഒരിക്കൽ ഞാൻ ഏറെ സ്നേഹിക്കുന്ന അച്ഛനോട് പറഞ്ഞു, മോനെ, വിതയ്ക്കുന്നത് കിട്ടും. പറഞ്ഞ വാക്കുകളൊന്ന്, ദൈവത്തിന് സ്തോത്രം. അദ്ദേഹം പറഞ്ഞ ഭാഷ ഇതാണ്: പട്ടണത്തിൻ്റെ കവാടത്തിലെ ഗേറ്റ് ഉൾപ്പെടെ ബലിഷ്ഠ കരങ്ങൾ കൊണ്ട് പറിച്ചെടുത്ത 300 കുറുക്കന്മാരെ വാലോട് വാല് കൂട്ടിക്കെട്ടിയ ആ അസാധാരണ ശക്തി വ്യാപരിച്ച മനുഷ്യനെ ക്ഷേത്രത്തിൽ നടക്കുന്ന ഉത്സവ ദിവസം ഒരു ബാലൻ നടത്തി എന്ന പ്രയോഗം ഭയത്തോടെ കേൾക്കണം. സാധാരണക്കാരനല്ല, അവനൊരു ബാലൻ നടത്തി. കാരണം കണ്ണുകൾ തകർത്ത് കളഞ്ഞു. ഞാൻ ചോദിക്കുന്നു, സാധാരണ ഒരാളെ തൂക്കിക്കൊല്ലണമെങ്കിൽ 10 മുഴ ഉയരമുള്ള കുലമരം മതി. എന്നാൽ മൊർദെഖായിയെ തൂക്കാൻ ഹാമാൻ ഒരുക്കിയത് 50 മുഴം ഉയരമുള്ള ഒരു കഴുകുമരമാണ്. എന്തിനാ 50 മുഴം? 10 പോരാ. ഇവൻ തൂങ്ങിയാടുന്നത് നാട് മുഴുവൻ കാണണം, ഇതായിരുന്നു ഉദ്ദേശം. പക്ഷെ നീ തൂക്കാൻ തയ്യാറാക്കിയ കഴുകുമരത്തിൻ്റെ കുരുക്കിനകത്ത് നീ ഉണ്ടാക്കിയതിൽ നിന്റെ കഴുത്ത് തന്നെ തിരിച്ചു കയറും എന്ന വിഷയം നീ തിരിച്ചറിഞ്ഞില്ല. തിരിച്ചറിയാണിത്. അങ്ങനാണെങ്കിൽ ഈ ദൂത് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന് മുഖപക്ഷമില്ലെന്നോർക്കണം. ഒരു ദിവസം ദാവീദ് സന്ധ്യാസമയത്ത് കട്ടിൽ നിന്ന് എഴുന്നേറ്റു. സന്ധ്യയ്ക്ക് എഴുന്നേക്കാൻ കാരണം പകല് മുഴുവൻ ഉറക്കമായിരുന്നു അർത്ഥം. മാളത്തിൽ പാർത്ത ഒരു കാലവും മാളികയിൽ പാർക്കുന്ന ഒരു കാലവും തിരിച്ചറിയണം. മാളത്തിൽ പാർത്ത കാലത്ത് ദാവീദ് എഴുതി, ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു, ആകാശവിധാനം എൻ്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്ന. കാര്യം എന്താ? പാറപ്പുറത്താ ഉറക്കം. ഡൺലപ്പ് മെത്തയല്ല, കല്ല തലയണ. നക്ഷത്ര കൂടാരമാണ്, ആകാശത്തട്ടാണ് തലയ്ക്ക് മുകളിൽ. അന്ന് കുറിച്ചത് കേൾക്കണോ? ഞാൻ കാലത്തും ഉച്ചയ്ക്കും വൈകിട്ടും എൻ്റെ സങ്കടം ബോധിപ്പിച്ച് കരയും. നിന്റെ നീതിയുള്ള ന്യായവിധികൾ ഹേതുവായി ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യേണ്ടതിന് അർദ്ധരാത്രിയിൽ നിങ്ങൾ നോർത്ത് നോക്കിയേ. രാവിലെ പ്രാർത്ഥിക്കും, ഉച്ചയ്ക്ക് പ്രാർത്ഥിക്കും, വൈകിട്ട് പ്രാർത്ഥിക്കും, അർദ്ധരാത്രിയിൽ അലാറം വെച്ച് എഴുന്നേറ്റ് പ്രാർത്ഥിക്കും. മാളത്തിലായിരുന്നു കിടപ്പ്. കാലം മാറി, മക്കൾ കടൽ കടന്നു, പശ്ചാത്തലം മാറി, കിടപ്പ് മാളികയിലായി. ഇപ്പോൾ സന്ധ്യ പോലും ഉറക്കത്തിന് കാരണമായി. സന്ധ്യയ്ക്ക് എഴുന്നേറ്റുലാവുമ്പോൾ മ്ലേച്ഛമായ ഒരു രംഗത്തേക്ക് കണ്ണു പോയതിൻ്റെ പുറകെ ആള് പോയതിൻ്റെ പുറകെ ആള് വന്നു. കൊട്ടാരത്തിൽ നടന്നൊരു കുട്ടിക്കല്യാണം.
നാട്ടുകാർ എന്തും പറയട്ടെ, ഗൂഢമായി ആസൂത്രണം ചെയ്ത തന്ത്രങ്ങൾക്ക് നടുവിൽ സാധുവായൊരു മനുഷ്യന്റെ കുടുംബം തകർത്തു. സ്തോത്രം. നിങ്ങൾ ഓർക്കണം, പ്രവാചകൻ 1 വർഷത്തിനുള്ളിൽ അകത്ത് വന്നു. ഒരു ചെറിയ ഉദാഹരണത്തിന്റെ പശ്ചാത്തലത്തിൽ പറഞ്ഞു, ആ മനുഷ്യൻ നീ തന്നെ. അടുത്ത വിശദീകരണം എന്നെ ഞെട്ടിപ്പിക്കുകയാ, വിറപ്പിക്കുകയാ. ദാവീദേ, ഇസ്രായേലിന്റെ മധുര ഗായക, ശ്രദ്ധിച്ച് കേൾക്കുക. നീ ഇത് രഹസ്യത്തിൽ ചെയ്തു, ഞാനോ ഇസ്രായേൽ എല്ലാം കാണുക സൂര്യന്റെ വെളിച്ചത്ത് നടത്തും. വാൾ നിന്റെ ഗ്രഹത്തെ വിട്ടുമാറുകയില്ല. നിന്റെ ഗ്രഹത്തിൽ നിന്ന് തന്നെ ഞാൻ നിനക്ക് അനർത്ഥം വരുത്തും. ദൈവമക്കൾ ചെവി തുറന്ന് കേൾക്കണം. ബേത്ശേബയിലുണ്ടായ കുഞ്ഞിൻ്റെ 1ാമത്തെ മരണവും, അബ്ശാലോം അമ്നോനെ അടിച്ചു കൊന്നതും, അബ്ശാലോം കരിവേലകത്തിൽ കെട്ടുഞാന്ന് ചത്തതും, അദോനിയ രാജകുമാരൻ്റെ അകാല നിര്യാണവും, 4 മരണം, 4 മക്കളുടെ നിര്യാണം കൺമുൻപിൽ കാണുന്ന ദാവീദേ, ഇയ്യോബിൻ്റേത് പരിശോധനയായിരുന്നു, നിന്റേത് ശിക്ഷയാണ്. ഈ ദൂത് ഇന്ന് രാത്രി കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇതിനെ അഴിക്കാൻ ഒരു പ്രവാചകനെ കൊണ്ട് സാധ്യമല്ല. ഇതിനെ അഴിക്കാൻ അനുതാപത്തിൻ്റെ കരച്ചിലിനെ കഴിയുകയുള്ളൂ. വചനത്തിൻ്റെ കുറിവാക്യത്തിലേക്ക് മടങ്ങി വരുന്നു. നാം നമ്മെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല. ഇരിക്കുന്ന ഇരിപ്പിൽ ശബ്ദം ഉയർത്തിയൊന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിക്കാട്ടെ. എൻ്റെ വിധി വരാതിരിപ്പാൻ എന്നെ കഴുകണേ കർത്താവേ എന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ ഇരിക്കുന്ന ഇരിപ്പിൽ ശബ്ദം ഉയർത്തി ആത്മാവിൽ പ്രാർത്ഥിക്കാം. രക്തത്താൽ ജയം, രക്തത്താൽ ജയം. ഓരോ നാവിൽ നിന്നും പ്രാർത്ഥനയുടെ ശബ്ദം ഉയരട്ടെ. ഈ ആത്മീയ ശുശ്രൂഷയ്ക്ക് നടുവിൽ കർത്താവ് ചില ബന്ധനങ്ങളെ അഴിക്കും. ഈ ആത്മീയ ശുശ്രൂഷയ്ക്ക് നടുവിൽ കർത്താവിൻ്റെ കരം ചില വ്യക്തികളെ വിടുവിച്ചെടുക്കുന്ന രാത്രിയാണ്. ആത്മാവിൽ പോരാടുന്ന സകല ദൈവമക്കളും ആത്മാവിൽ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കണം. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ദൈവത്തിൻ്റെ ദയ നിങ്ങളെ മാനസാന്തരത്തിലേക്ക് നടത്തുന്നു എന്നറിയാതെ നീ ദൈവത്തിൻ്റെ ദയ, ക്ഷമ, ദീർഘശാന്തി എന്നിവരുടെ ഉപകാരം നിരസിക്കുന്നുവോ? നിന്റെ ദൈവത്തിന് സ്തോത്രം, അനുതാപമില്ലാത്ത ഹൃദയത്താൽ നിനക്ക് തന്നെ ദൈവത്തിൻ്റെ ന്യായവിധി വെളിപ്പെടുത്തുന്ന കോപ ദിവസത്തിലേക്ക് ശിക്ഷ ചരതിച്ചു വെക്കുന്നു എന്നത് യാഥാർത്ഥ്യമാണെങ്കിൽ ദൈവത്തിന് സ്തോത്രം, ഈ വചനത്തിൻ്റെ ശക്തി വ്യാപരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഹല്ലേലൂയ, തന്നെ കുറിച്ച് അരുളി ചെയ്തത് അറിയാതെയും യജമാനൻ കൽപ്പിച്ചത് അനുസരിക്കാത്തതെയും ആ വ്യക്തി ദാസന് ഏറെ അടി അനുഭവിക്കേണ്ടി വരുമെന്ന് വചനം യാഥാർത്ഥ്യമാണെങ്കിൽ ഇരിക്കുന്ന ഇരിപ്പിൽ ആ 2 കൈകളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ ഉപവാസത്തിന് മുൻപിൽ എന്നെ കഴുകണേ കർത്താവേ എന്ന് ശബ്ദം ഉയർത്തി പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുടെ വായിൽ നിന്ന് ഒരു നിലവിളിയുടെ ശബ്ദം ഉയരട്ടെ. ഈ രാത്രി പ്രാർത്ഥിച്ചാട്ടെ. ഗ്ലോറി, ഹല്ലേലൂയ. രക്തത്താൽ ജയം, രക്തത്താൽ ജയം, രക്തത്താൽ ജയം, രക്തത്താൽ ജയം. ശബ്ദമുയരട്ടെ, ശബ്ദമുയരട്ടെ, ശബ്ദമുയരട്ടെ. രക്തത്താൽ ജയം. പരിശുദ്ധാത്മാവിന്ന് രാത്രി ചില 2 മിനിറ്റുകൾ ഇവിടെ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്ന ദൈവാലോചനയ്ക്ക് മുൻപിൽ ചില വ്യക്തികളെ കഴുകാൻ താല്പര്യപ്പെടുകയാണ്. ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളെ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ആത്മാവിൽ പ്രാർത്ഥിക്കണം. ഞാൻ നിങ്ങളോട് ഈ വചനത്തിന് മുൻപിൽ എനിക്ക് ലഭിച്ച ദൈവിക നിയോഗത്താൽ വിളിച്ചു പറയട്ടെ. ന്യായവിധി മാറാൻ 2 വഴികൾ മാത്രമേ ബൈബിളിലുള്ളൂ. 2 വഴികൾ. സ്തോത്രം. അനുഭവിച്ചു തീർക്കാവുന്ന വഴിയല്ല, 2 വഴി. ഒന്ന് തന്നെത്താൻ വിധിക്കുക, മറ്റൊന്ന് അഭിഷിക്തന്മാരുടെയോ ആത്മീയ പക്വതപ്പെട്ടവരുടെയോ നിർദ്ദേശങ്ങൾക്കും ശാസനകൾക്കും മുൻപിൽ അനുതപിക്കാൻ തയ്യാറാകുക. എന്ന് പറഞ്ഞാൽ 1ാമത്തെ രംഗം മറ്റുള്ളവരുടെ ശാസനയല്ല, തന്നെത്താൻ വിധിക്കുക. മനസാക്ഷിയുടെ കോടതിയിൽ നീ നിന്നെ കയറ്റി നിർത്തിയിട്ട് നീ നിനക്കെതിരെ വിധി പുറപ്പെടുവിക്കുക. ബന്ധനം അഴിയും. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രി സംഭവിക്കട്ടെ. യേശുവിൻ്റെ രക്തത്താൽ സംഭവിക്കട്ടെ. ദൈവത്തിന് മഹത്വം. 1ാമത്തെ വഴി. 2ാമത്തെ വഴി പറയാം. പൗലോസ് പത്രോസിനേക്കാൾ ആത്മീയതയിൽ എളുപ്പമായിരുന്നു. പക്ഷേ പത്രോസിന്റെ അവിവേകത്തെ പൗലോസ് ശാസിച്ചു. അത് പത്രോസിന് മാറ്റത്തിന് കാരണമായി. പൗലോസും ഉപദേശിക്കപ്പെട്ടു. അങ്ങനാണെങ്കിൽ ദൈവിക ദൂതിന് മുൻപിൽ ശിക്ഷണം അനുസരിച്ച് അനുദപിക്കാൻ തയ്യാറാകുക. ഈ 2 വഴികൾ അവഗണിച്ചാൽ അനർത്ഥം ഉറപ്പാണ്. ദൈവത്തിന് സ്തോത്രം. ആ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ചേ. ഇന്ന് രാത്രി
ഭക്തന്മാർ പ്രാർത്ഥിക്കേണ്ട ഒരു വാചകം ഞാൻ പറയാം. കർത്താവേ, എന്നെ ഉപദേശിക്കാൻ ശക്തന്മാരെ എഴുന്നേൽപ്പിക്കണേ. എന്നെ ഉപദേശിക്കാൻ ശക്തന്മാരെ എഴുന്നേൽപ്പിക്കണേ. എല്ലാവരും വാ തുറന്നൊന്ന് കരഞ്ഞു പ്രാർത്ഥിക്കുന്ന രാത്രിയാകട്ടെ. രക്തത്താൽ ജയം. ആത്മീയ ശുശ്രൂഷയിൽ സർവജ്ഞാന പീഠം കയറിയവരാരും ഇതിനകത്തില്ല. ഈ ബലഹീനനായി ഞാനും ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സാധുവാണ്. ലഭിച്ചു കഴിഞ്ഞു എന്നോ തികഞ്ഞവനായി എന്നോ അല്ല. ഞാനും ക്രിസ്തുയേശുവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് എനിക്കും പിടിക്കാമോ എന്ന് വെച്ച് ഞാൻ പിന്തുടരുന്നതേ ഉള്ളൂ. ഒന്ന് ഞാൻ ചെയ്യുന്നു, പിൻപിലുള്ളതിനെ മറന്ന് മുൻപിലുള്ളതിനെ ആഞ്ഞും കൊണ്ട് ക്രിസ്തുയേശുവിൽ പരമവിളിയുടെ വിരുദിനായി ലാക്കിലേക്ക് ഓടുന്നു. ഇന്ന് രാത്രി ഈ ദൂത് ഇവിടെ മുഴങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ആ രണ്ട് കൈകളും ദൈവത്തിൽ ലജ്ജ കൂടാതെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എന്നെ കഴുകണേ കർത്താവേ, എന്നെ കഴുകണേ എന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ നാവിൽ നിന്ന് യേശുവേ എന്നൊരു ശബ്ദം ഉയർത്തി എന്ന് പ്രാർത്ഥിച്ചു തുടങ്ങുമോ? യെസ്, പ്രാർത്ഥന ഉയരട്ടെ, പ്രാർത്ഥന ഉയരട്ടെ, പ്രാർത്ഥന ഉയരട്ടെ. ചില വ്യക്തികളുടെ മേൽ വരുവാൻ തുടങ്ങുന്ന ചില അനർത്ഥങ്ങളെ, ചില കുടുംബങ്ങളുടെ മേൽ വെളിപ്പെടുവാൻ തുടങ്ങുന്ന ചില വിധികളെ, ചില ഭവനങ്ങളുടെ മേൽ വരുവാൻ തുടങ്ങുന്ന അസമയത്തെ ചില മരണ വാറന്റികളെ എൻ്റെ ദൈവത്തിൻ്റെ കരം ഇന്ന് രാത്രി റദ്ദാക്കുന്ന രാത്രിയാണ്. സാത്താൻ ചില വ്യക്തികളുടെ കാതുകളെ ബന്ധിച്ച് പാപത്തിന്റെ കർണമെഴുകി നിറച്ച കാതുകളിൽ ഇത് മുഴങ്ങാൻ അനുവദിക്കാതെ ബന്ധിച്ചിരിക്കുമ്പോൾ യേശുവിന്റെ നാമത്തിൽ ഈ ദൂത് ചില വ്യക്തികളുടെ മേൽ ആഴത്തിൽ മാറ്റം വരുത്തുന്ന രാത്രിയാണ്. ചില ശരീരങ്ങളെ ഭരിക്കുന്ന ചില രോഗത്തിന്റെ കെട്ടുകളെ അഴിച്ചു മാറ്റാൻ എൻ്റെ ദൈവത്തിന്റെ കരം ഈ രാത്രി ചലിച്ചുകൊണ്ടിരിക്കുന്ന രാത്രിയാണ്. അഭിഷേകം പ്രാപിച്ച ദൈവമക്കൾ ആത്മാവിൽ പോരാടി തുടങ്ങട്ടെ. സ്വർഗത്തിന്റെ ഡിസിഷൻ ഭൂമിയിൽ നടപ്പിൽ വന്നതാണ്. ആഹാബിന്റെ അസമയത്തെ മരണമെങ്കിൽ സ്വർഗത്തിന്റെ ഡിസിഷൻ ഭൂമിയിൽ നടപ്പിൽ വന്നതാണ്. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. നെബൂഖദ്നേസറിന്റെ രോഗം എന്ന വിഭ്രാന്തിയെങ്കിൽ കുടുംബത്തിന്മേലാകട്ടെ, തലമുറകളുടെ മേലാകട്ടെ, എൻ്റെ ദൈവത്തിന്റെ ശിക്ഷാക്രമം നടപ്പിൽ വരാതിരിക്കത്തക്ക വിധം എന്നെ കഴുകണേ, എന്നെ കഴുകണേ എന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ശബ്ദം ഉയർത്തി ജാഗരിച്ചാട്ടെ. ഗ്ലോറി, 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 ഗ്ലോറി. ശബ്ദമുയരട്ടെ, 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 ശബ്ദമുയരട്ടെ. ഓരോ നാവിൽ നിലവിളിയുടെ ശബ്ദമുയരട്ടെ, നിലവിളിയുടെ ശബ്ദമുയരട്ടെ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ആ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എല്ലാവരും ഒരു നിമിഷം ദൈവസ്ഥ എഴുന്നേറ്റി. ആ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എല്ലാവരും ദൈവസ്ഥ എഴുന്നേറ്റി. ഇന്ന് രാത്രി എത്രത്തോളം കരം ഉയർത്താമോ അത്രത്തോളം കരം ഉയർത്തി, എത്രത്തോളം നിലവിളിക്കാമോ അത്രത്തോളം നിലവിളിച്ച് എൻ്റെ ജീവിതത്തിൻ്റെ കുറുവശങ്ങളെ കണ്ട് ഉണരാൻ നീ എനിക്ക് കൃപ തരണേ എന്ന് ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾ ശബ്ദമുയർത്തി കർത്താവിനോടൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. ദൈവത്തിന് മഹത്വം. രണ്ട് കൈകളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ശബ്ദമുയർത്തിയൊന്ന് ആത്മാവിൽ പ്രാർത്ഥിച്ചു തുടങ്ങിക്കാട്ടെ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഇതൊരു സാധാരണ രാത്രിയല്ല. നിന്റെ കുടുംബത്തിൻ്റെ അനർത്ഥങ്ങളെ ഒഴിവാക്കേണ്ടതിന്, എൻ്റെ ദൈവത്തിൻ്റെ കരം ഉയരേണ്ടതിന്, ദൈവം പ്ലാൻ ചെയ്ത പദ്ധതിയുടെ ഭാഗമായി ദൈവത്തിൻ്റെ ദാസന്മാർ മുഴക്കുന്ന ജീവന്റെ വചനം ഈ ഹോളിൽ നിരന്തരം മുഴങ്ങുകയാണ്. എന്നാൽ ഈ രാത്രി അത് കേൾക്കാൻ അനുവദിക്കാതെ മനസാക്ഷിയെ മരവിപ്പിച്ച് ബാധിക്കുന്ന ചില ശക്തികളെ ഈ ശുശ്രൂഷയ്ക്ക് നടുവിൽ കർത്താവ് അഴിച്ചു മാറ്റുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ജയം, യേശുവിൻ്റെ നാമത്തിൽ ജയം, യേശുവിൻ്റെ നാമത്തിൽ ജയം. എല്ലാവരും ആത്മാവിൽ പ്രാർത്ഥിച്ചു തുടങ്ങിക്കാട്ടെ, എല്ലാവരും ആത്മാവിൽ പ്രാർത്ഥിച്ചു തുടങ്ങിക്കാട്ടെ. രക്തത്താൽ ജയം, രക്തത്താൽ ജയം, രക്തത്താൽ ജയം. പരിശുദ്ധാത്മാവ് രാത്രിയിലെ പ്രിയപ്പെട്ടവരുടെ ഉള്ളറകളോട് ആഴത്തിൽ ഇടപെടുകയാണ്. ക്ഷമിക്കാൻ കഴിയാത്ത നിലകളിൽ പകയുടെ ആത്മാവിനാൽ ഭരിക്കപ്പെട്ടിട്ടുള്ള ഒരാൾ ഇതിനകത്തുണ്ടോ? അങ്ങനെയാണെങ്കിൽ നിശ്ചയമായും ദൈവത്തിന് സ്തോത്രം, പരിശുദ്ധാത്മാവ് ഈ തിരുവഴുത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വാക്യം രണ്ട് എഫക്റ്റുകളിലേക്ക് നിങ്ങളെ നയിക്കുമെന്ന് ഞാൻ ഉറപ്പായി പറയുന്നു. അത് പാസ്റ്ററായാലും, ശ്രദ്ധിച്ചേക്കണേ, സെൻട്രൽ പാസ്റ്റർ ആയാലും, പ്രസ്ബിറ്റർ ആയാലും, കൗൺസിൽ മെമ്പർ ആയാലും, അച്ഛനായാലും, റെമ്പാച്ചനായാലും, മെത്രാച്ചനായാലും, കർദിനാളായാലും, പോപ്പായാലും, ഇട്ടിരിക്കുന്ന കുപ്പായത്തിന്റെ ഭംഗിയോ ഇരിക്കുന്ന കസേരയുടെ വലിപ്പമോ എൻ്റെ ദൈവത്തിന് വിഷയമല്ല. പരിശുദ്ധാത്മാവ് രാത്രി പറയുന്നു, ക്ഷമിക്കാത്ത ആത്മാവ് നിന്റെ മനസ്സിനെ ഭരിക്കുന്നുണ്ടെങ്കിൽ രണ്ട് എഫക്റ്റ് നിനക്ക് പ്രതീക്ഷിക്കാം. ക്ഷമിക്കാനുള്ള സമയം ഇപ്പോഴാ. ഞാനൊരിക്കല് ഒരു ചർച്ചിൽ 3 ദിവസത്തെ ഫാമിലി മീറ്റിംഗ് നടന്ന സംഭവമാണേ. ആ സമയം
ഫാമിലി മീറ്റിങ്ങിൻ്റെ അവസാനത്തെ സെക്ഷനിൽ ആഹ്വാനം ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു, സഹോദരി ക്ഷമിക്കണ്ട കേട്ടോ, ക്ഷമിക്കണ്ട, വെച്ചോ. അധികം താമസിക്കാതെ നിന്റെ കുടുംബത്തിന് ഇത് വെളിപ്പെടും. രാത്രിയിൽ നിന്റെ ഭർത്താവ് പറയും, വല്ലാത്തൊരു അസ്വസ്ഥത, ചില വെള്ളം കുടിക്കാൻ തരണം. കുടിക്കാൻ വെള്ളം എടുക്കാൻ അവൾ അടുക്കളയിലേക്ക് പോകുമ്പോഴേക്കും അടുക്കളയിലെത്തി നിൽക്കുന്ന നീ ഒരു അലർച്ച കേൾക്കും. തിരിച്ചോടി വരുമ്പോൾ ആണ്ട് പച്ചത്തടി പോലെ വിയർത്ത് കിടക്കുന്നു. പിടിച്ചു നോക്കുമ്പോൾ തണുത്തിരിക്കുന്നു. അലറിക്കൂവും. രാത്രി 2:30. വീട്ടുകാർ ഓടിക്കൂടി ആശുപത്രിയിൽ എത്തിക്കുമ്പോഴത്തേക്കും ആള് കടന്നു പോവും. നീ ഒടുവിൽ ഡെഡ് ബോഡിയുടെ കാലിൽ പിടിച്ചുകൊണ്ട് പറയും, അയ്യോ വേണ്ടായിരുന്നു, ക്ഷമിച്ചാ മതിയായിരുന്നു എന്ന്. യോഗം കഴിഞ്ഞപ്പോ എന്നെ വിളിച്ചൊരു 60 വയസ്സെടുത്ത അച്ചായൻ പറഞ്ഞു, പാസ്റ്ററേ ഇന്ന് പറഞ്ഞത് എന്നോടാ. എന്നാ പറ്റി? 30 വർഷമായി എൻ്റെ ഭാര്യ എന്നോട് മനസ്സുകൊണ്ട് അകലത്തില. പണവും പ്രതാപവും പത്രാസുമുള്ള വലിയ ആഢ്യത്തിനുള്ളൊരു കുടുംബമാണ്. സ്തോത്രം. ദൈവം പറഞ്ഞു, സ്റ്റുഡിയോ വർക്കായിരുന്നു എൻ്റെ. അങ്ങനെ ഇരിക്കുന്ന സമയം അവൾ ഒരിക്കൽ സ്റ്റുഡിയോയിൽ വന്നപ്പോൾ ഞാൻ സ്ക്രീനിൽ എന്തോ കണ്ടെന്ന് പറഞ്ഞ് ഒരു പ്രതിജ്ഞ എടുത്തു. ഇനിയും മേലാൽ മരണം വരെ നിങ്ങൾക്കൊന്നും ഞാൻ എൻ്റെ കൈ കൊണ്ട് തരില്ല. അപ്പം ഞാൻ ചോദിച്ചു, ഇത്രയും വർഷം കൈ കൊണ്ടൊന്നും ഭാര്യ ഉണ്ടാക്കി തരാതാണോ? അങ്ങനല്ല, ഉണ്ടാക്കി വെക്കും, കൈ കൊണ്ട് നേരെ കൊണ്ട് കൈ തരില്ല എന്നാ. 30 കൊല്ലമായി അവളത് പാലിച്ചുകൊണ്ടിരിക്കുക. ദൈവത്തിന് സ്തോത്രം. ചില ദിവസങ്ങൾ കഴിഞ്ഞു. രാത്രിയിൽ എന്നെ ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു, പാസ്റ്റർ ഹോസ്പിറ്റൽ വരെ വരണം. ഞാൻ ഓടിക്കേറി ചെന്നപ്പോൾ പച്ചത്തുണി മൂടിയിട്ടിരിക്കുക. കാലിൻ്റെ അടുക്കൽ പിടിച്ചുകൊണ്ട് ആ സ്ത്രീ ഇങ്ങനെ കരയുക, ഒന്ന് പറഞ്ഞു നിരപ്പാൻ പോലും സമയം കിട്ടിയില്ലല്ലോ. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, കടക്കാരൻ്റെ ഉപമ പറഞ്ഞ യേശു ഇങ്ങനെ തന്നെ നിങ്ങൾ മനുഷ്യരോട് അവരുടെ പിഴകളെ ക്ഷമിക്കാഞ്ഞാൽ സ്വർഗസ്ഥനായ എൻ്റെ പിതാവ് ചെയ്യും. എന്ത് ചെയ്യും? മുൻകാല പ്രാബല്യത്തോടെ കടം തിരിച്ച് കണക്കിടും. അതിൻ്റെ അർത്ഥം ക്രൂശിൻ്റെ ചുവട്ടിൽ വെച്ച് നിന്നോട് ക്ഷമിച്ച പാപമോചനത്തിൻ്റെ ദിവസത്തിലെ സകല പാപക്ഷമയും ക്ഷമിക്കാത്ത വ്യക്തിയുടെ മേൽ റദ്ദാക്കും. ക്ഷമിക്കാത്ത വ്യക്തി നരകത്തിന് അർഹനാകും. 2, ദണ്ഡിപ്പിക്കുന്നവൻ്റെ കൈകളിൽ ശരീരം ഏൽപ്പിക്കപ്പെടും. അങ്ങനാണെങ്കിൽ അവിടെ മുതൽ ചിന്തിക്കുക, അനുദപിക്കാൻ കടൽ പോലെ കിടക്കുന്ന കാര്യങ്ങൾക്ക് മുൻപിൽ ആ 2 കൈകളും നെഞ്ചോടൊന്ന് ചേർത്ത് വെച്ച് തന്നെത്താൻ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല. ഇന്നത്തെ രാത്രിത്തെ ആലോചനയ്ക്ക് മുൻപിൽ, അടുത്ത രാവിലെ മീറ്റിങ്ങിന് വരുന്നതിന് മുൻപ്, ഭാര്യയും ഭർത്താവും തമ്മിൽ, അപ്പനും മക്കളും തമ്മിൽ, അമ്മാവിയപ്പനും അമ്മാവിയമ്മയും തമ്മിൽ, കുടുംബ ബന്ധുക്കൾ തമ്മിൽ, കൂട്ടുവിശ്വാസികൾ തമ്മിൽ, പാസ്റ്ററും വിശ്വാസിയും തമ്മിൽ ക്ഷമിക്കാൻ കഴിയാത്ത എന്തെങ്കിലും മനസ്സിൽ ആധിപത്യം പുലർത്തുന്നുണ്ടെങ്കിൽ അടുത്ത ഉപവാസത്തിന് ദൈവസന്നിധിയിൽ മുട്ടുമടക്കുന്നതിന് മുമ്പ് ഞാൻ ക്ഷമാപണം ചെയ്ത് നിരപ്പായിട്ടേ വരികയുള്ളൂ, എന്നെ കഴുകണേ കർത്താവേ എന്ന് പ്രാർത്ഥിക്കുന്ന എത്ര പേരിവിടെയുണ്ട്? ഈ രാത്രി കേൾക്കുന്ന ദൂതന് മുൻപിൽ ഞാൻ എന്നെ സമർപ്പിക്കുകയാണ്. പാസ്റ്റർ, എന്നോടുള്ള ദൈവത്തിൻ്റെ ആലോചന മുഴങ്ങുന്നു. ഈ രാത്രി ഞാൻ എന്നെ സമർപ്പിക്കുന്നു. എനിക്ക് പ്രാർത്ഥന വേണം. ഈ രാത്രിയിലത്തെ ദൂത് എനിക്കുള്ള ദൂതായിരുന്നു. ഞാൻ എന്നെ സമർപ്പിക്കുന്നു എന്ന് പറയാൻ ആഗ്രഹിക്കുന്നവർ ആ വലത് കരം കർത്തൃ സന്നിധിയിൽ ഉയർത്തിപ്പിടിച്ചാട്ടെ. അങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നവർ മാത്രം ആ വലത് കരം ഉയർത്തിപ്പിടിച്ചാട്ടെ. ദൈവത്തിന് സ്തോത്രം. ശബ്ദമുയരട്ടെ, ശബ്ദമുയരട്ടെ. പ്രാർത്ഥിച്ചാട്ടെ, പ്രാർത്ഥിച്ചാട്ടെ. അനേക കരങ്ങൾ ഈ യോഗത്തിനകത്ത് ഉയർന്നിട്ടുണ്ട്. അനേക കരങ്ങൾ ഈ രാത്രി മീറ്റിങ്ങിൽ ഉയർന്നു നിൽക്കുകയാണ്. കർത്താവ് ചില വ്യക്തികളോട് ആഴത്തിൽ ഇടപെടുകയാണ്. നിങ്ങളുടെ മേൽ പകരപ്പെടാൻ തുടങ്ങുന്ന വിശേഷ അഭിഷേകത്തിലേക്ക് നിങ്ങളെ നടത്താൻ അനുവദിക്കാതെ, നിങ്ങളുടെ മേൽ കുറ്റബോധം ഉണ്ടാക്കാൻ സമ്മതിക്കാതെ, ഇരുട്ടിൻ്റെ ശക്തികൾ വലയം ചെയ്തുകൊണ്ടിരിക്കുന്ന ബന്ധനത്തെ ദൈവാത്മാവ് രാത്രി വെട്ടിമാറ്റിയിട്ട് നിങ്ങളെ കരയാൻ കർത്താവ് ക്ഷണിക്കുന്ന രാത്രിയാണ്. സാത്താന്യ ശക്തികൾ ഇന്ന് രാത്രിയിൽ തലകുനിക്കുന്ന രാത്രി, ദൈവശക്തി ഈ രാത്രി വ്യാപരിക്കുന്ന രാത്രി, ചില ബന്ധനങ്ങൾ ഇന്ന് രാത്രി അഴിയുന്ന രാത്രി. കൃപ പ്രാപിച്ച ദൈവമക്കൾ ഒന്നിച്ച് പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. ഈ ഉയർന്ന കരങ്ങൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പാപികളുടെ
വിപരീതത്തെയെല്ലാം സഹിച്ച കുഞ്ഞാടേ, പാപികളുടെ കോപിപ്പാനല്ല ക്ഷമിപ്പാൻ ഉള്ള ശക്തി എനിക്കു നൽകുക. കോപിപ്പാനല്ല. ശബ്ദമുയർത്തി യേശുവേ നിന്റെ രൂപമീ കണ്ണുകൾക്കെത്ര സൗന്ദര്യം, ശിഷ്യനാകുന്ന എന്നെയും അങ്ങേ പോലെയാക്കണം. ഓ ശിഷ്യനാകുന്ന എന്നെയും അങ്ങേ പോലെയാക്കണം. കൗശലങ്ങളും ഉപായങ്ങളും പകയ്ക്കും സത്യരാജാവേ. ശബ്ദമുയർത്തി ചേർന്ന് പാടാം. കൗശലങ്ങളും ഉപായങ്ങളും പകയ്ക്കും സത്യരാജാവേ, ശിശുവിനുള്ള പരമാർത്ഥത എന്നിലും നിത്യം കാക്കുകേ. ശിശുവിനുള്ള പരമാർത്ഥത എന്നിലും നിത്യം. ഒരിക്കൽ കൂടെ യേശുവേ നിന്റെ രൂപമീ ഓ യേശുവേ നിന്റെ രൂപമീ എന്റെ കണ്ണുകൾക്കെത്ര സൗന്ദര്യം. ഓ ശിഷ്യനാകുന്ന എന്നെയും അങ്ങേ പോലെയാക്കണം. മുഴുവൻ ഓ ശിഷ്യനാകുന്ന എന്നെയും അങ്ങേ പോലെയാക്കണം മുഴുവൻ. ഈ രാത്രി ജീവിതത്തെ ഞാൻ ആഴമായി ആത്മപരിശോധനയോടെ കർത്തൃസന്നിധിയിൽ ഈ ദൂതിന് മുൻപിൽ സമർപ്പിക്കുകയാണ്. പാസ്റ്റ് സ്റ്റേജിൽ നിന്ന് എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ മാത്രം വലതുകാരം ഉയർത്തിപ്പിടിച്ചാട്ടെ. ഞാൻ ഈ സ്റ്റേജിൽ നിന്ന് വിടുതലിന് വേണ്ടിയല്ല, രോഗശാന്തിക്ക് വേണ്ടിയല്ല, വ്യക്തി ജീവിതത്തിൽ ഈ ദൂത് പരിശുദ്ധാത്മാവ് നിങ്ങളോട് ഇടപെട്ടതാണെങ്കിൽ ഈ ദൂതിന് മുൻപിൽ ഞാൻ എന്നെ സമർപ്പിക്കുന്നു. എനിക്ക് പ്രത്യേകം പ്രാർത്ഥന വേണമെന്ന് ആഗ്രഹിക്കുന്ന പരമാർത്ഥതയോടെ കരങ്ങൾ ഉയർത്തുന്ന ദൈവമക്കൾ മാത്രം അക്കരം ഉയർത്തിപ്പിടിക്കുക. ഞാൻ ഈ രാത്രി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. കരിങ്കല്ല് പോലെ കഠിന ഹൃദയമായി ദൈവശിക്ഷയ്ക്ക് പാത്രമായി ദൈവകോപം ചരതിച്ചു വെച്ചിരിക്കുന്ന വ്യക്തികൾക്ക് അനുതാപത്തിൻ്റെ കണ്ണ് നനയുകയില്ല. എന്നാൽ പരിശുദ്ധാത്മ ഇടപെടാൻ ആഗ്രഹിക്കുന്ന ഉപവാസ പ്രാർത്ഥനയിലെ അസാധാരണ ദൈവബന്ധങ്ങൾക്ക് ഒരു കരച്ചിലിൻ്റെ നിലവിളി ഉയരും. കടക്കണ്ണുകളിൽ കണ്ണുനീർ നിറയുമ്പോൾ ഇരുട്ടിൻ്റെ ശക്തികൾ ആയുധം വയ്ക്കും. ഒരു അസാധാരണ ദൈവപ്രവർത്തി നിന്റെ വീട്ടിൽ സംഭവിക്കും. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ കരങ്ങളെ ദ്രവത്വമില്ലാത്ത തേജസ്സിൻ്റെ കരങ്ങളിൽ കൈമാറുകയാണ്. തന്നെത്താൻ വിധിക്കാൻ കഴിയത്തക്ക വിധം ഈ കരങ്ങളുടെ മേൽ ദൈവശക്തി വ്യാപരിക്കട്ടെ. പൈശാചിക പദ്ധതികൾ തകർന്നുടയട്ടെ. അവരെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതികൾ വിജയിക്കട്ടെ. നിന്റെ നാമം ചൊല്ലി ഈ കരങ്ങളെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ കരമുയർത്തി സ്തോത്രം ചെയ്യാം.